good friend, JC Anthony Joy. Today's inaugurator, the first man of JCA India, the most simple, humble, down-to-earth personality, the national president of JCA India for the year 2020, JCA Senator Anish Matthew sir. Today's celebrity guest, the most wanted actor, the pride of all the Malabarians. എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു പ്രത്യേകത കൂടി പറയാറുണ്ട്. കാരണം അദ്ദേഹം എൻ്റെ ഒരു ഗുരു കൂടിയാണ്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ കുറെ ദിവസങ്ങളോളം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മോണോ ആക്ട്, നാടകം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ശിക്ഷപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഏറെ പ്രിയങ്കരനായ ആരാധ്യനായ സെലിബ്രിറ്റി ഗസ്റ്റ് വിനോദ് കപൂർ സാർ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ നമുക്ക് എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്ന് ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഓരോ പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം യു ഓൾ ആർ വെരി ലക്കി, വെരി ലക്കി. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ട്രെയിനറും ഇന്ത്യയിലെ തന്നെ മികച്ച സ്ഥാപനങ്ങളിലും കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ചെയർമാനുമായിട്ടുള്ള ഗിന്നസ് ബുക്ക് റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള തൊമ്മൻ എന്ന് സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരും വിളിക്കുന്ന ഡോക്ടർ തോമസ് ജോർജ് സാറാണ് ഇന്നിവിടെ ഫാക്കൽറ്റി ആയിട്ട് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിനോട് ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, പല ലീഡിംഗ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ബിസിനസ്സുകാർക്കും ഒക്കെ ക്ലാസ് എടുക്കുന്ന ആളാണ് തോമസ് സാർ. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാറുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരാണ് നാളത്തെ നമ്മുടെ നാടിനെ നിയന്ത്രിക്കേണ്ടവർ, നമ്മുടെ നേതാക്കന്മാരായി വരേണ്ടവർ. അതുകൊണ്ട് കുട്ടികളുമായിട്ട് സംവദിക്കുവാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അദ്ദേഹം പറയാറുണ്ട്. സോൺ ഡയറക്ടർ ട്രെയിനിങ് JC Kiran Kumar, the all panelists, Santosh sir, Chandran sir, Latif ji, Shiju bhai, Arun ji, Pramod ji, and my dear good friends, all the participants, the presidents of JCA India Zone 21 and the members of JCA India Zone 21, very good morning to all. നമ്മൾ പറയാറുണ്ട്, leaders are not born, they are made എന്ന് പറയാറുണ്ട്. മികച്ച യുവാക്കളെ, യുവതലമുറയെ കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശവുമായിട്ട് മേഖല 21 ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്ന ലക്ഷ്യവുമായിട്ട് തുടക്കം കുറിച്ച പദ്ധതിയാണ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന 5 ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഏറ്റവും അറിയപ്പെടുന്ന 5 ട്രെയിനേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഒരു എംപവറിംഗ് യൂത്ത് പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് മേഖല 21 സോൺ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഏവർക്കും മികച്ച ഒരു ട്രെയിനിങ് അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് JCI, ബി ബെറ്റർ, ലെറ്റ് us spread the smiles. ആന്റണി, ഇത് ആന്റണി മൈക്ക് മ്യൂട്ടാണ്. Thank you, Sethi sir. Thank you for your words. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ മലബാറിന്റെയും മലയാളികളുടെയും അഭിമാനമായി മാറിയിട്ടുള്ള വിനോദ് സാർ ആണ്. എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിലുപരി വിനോദ് സാർ സംസാരിച്ചതിന് ശേഷം എനിക്ക് ഒരു എക്സ്പീരിയൻസ് സാറിനെ പറ്റി പറയാനുണ്ട്. അല്ലെങ്കിൽ സാർ അത് ബേസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് വിനോദ് സാർ സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ പറ്റി ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാറുണ്ട്. ഏറ്റവും കൃത്യമായി വിനോദ് സാറിനെ ഏറ്റവും കൃത്യമായി ഈ വേദിയിലേക്ക് നമ്മളോട് സംസാരിക്കുന്നതിന്, നമ്മൾ സംസാരിക്കുന്നതിനായിട്ട് വിനോദ് സാർ പ്ലീസ്, ഹാർട്ടി വെൽക്കം. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. വളരെ സന്തോഷം ഈ ഒരു സമയത്ത്, ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് JCI ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ഏറ്റവും കൂടുതൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യൂത്ത് എംപവറിംഗ് പ്രോഗ്രാമിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടും എന്ന ഒരു പ്രതീക്ഷയാണ്. JCI വർഷങ്ങളായിട്ട് പലരെയും ഇതുപോലെ എൻകറേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാൻ ഒരുപാട് പ്രോഗ്രാമിൽ JCIയുടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് JCIയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് എക്സലൻസി അവാർഡ്. അതിന് വളരെ സന്തോഷം. അപ്പൊ എന്തായാലും 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, 1000-ഓളം കുട്ടികൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ലോക്ക്ഡൌൺ സമയമാണ്, നിങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട കാര്യമില്ല, നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പൊ ഈ സമയം നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് സമയമില്ലാത്ത പ്രശ്നമാണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പൊ എന്റെ റിക്വസ്റ്റ് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് വായിക്കാനാണ്.
റീഡിങ് മേക്ക് ദ കംപ്ലീറ്റ് മാൻ എന്നാണ് ഒരു ചൊല്ലുള്ളത്. ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് റീഡിംഗ് ആണ്. വിത്തൗട്ട് റീഡിംഗ് ഒരു മനുഷ്യൻ പൂർണ്ണനല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വായിക്കാൻ മെനക്കെടുക. രാവിലെ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ തേടിയെത്തുന്ന ന്യൂസ് പേപ്പർ, ആ ന്യൂസ് പേപ്പറിൽ നമ്മുടെ കോഴിക്കോട് എന്ത് നടന്നു, കേരളത്തിൽ എന്ത് നടന്നു, ഇന്ത്യയിൽ എന്ത് നടന്നു, ലോകത്ത് എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങൾ മുഴുവൻ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പർ റീഡിംഗ് അതിനൊരു അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിലേറെ നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കണമെന്നാണ് എന്റെ ഹംബിൾ റിക്വസ്റ്റ്. ടി വി കാണാം, പക്ഷെ ടി വി നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ടെങ്കിലും ടി വി നമ്മളെ വളർത്തുന്നില്ല. പണ്ട് കുഞ്ഞിനി മാഷ് പറഞ്ഞൊരു കാര്യം ഓർമ്മ വരികയാണ്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ വിളയേണ്ടവരാണ്. നാളത്തെ പിന്നെ ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയാണ് നിങ്ങൾ. അപ്പൊ നന്നായിട്ട് വായിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാതായി പോകുന്ന ഒരു ശീലം വായനയാണ്. അപ്പൊ നന്നായിട്ട് വായിക്കുമ്പം നമ്മൾ ഒരുപാട് അറിവ് സമ്പാദിക്കും, ഒരുപാട് ഉയരങ്ങളിലെത്തും. ഈ ന്യൂസ് പേപ്പർ മാത്രമല്ല, വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കൾ സൂക്ഷിച്ചു വെച്ച ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ചെറുകഥകളും യാത്രാ വിവരണങ്ങളും ജീവചരിത്രങ്ങളും നോവലുകളും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം എടുത്ത് വായിക്കാൻ ഒരിത്തിരി സമയം മാറ്റി വെക്കും. ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കി വെക്കും. ഇനിയുണ്ട് നമ്മുടെ മുന്നിൽ മെയ് 3-ാം തീയതി വരെ നമ്മൾ ലോക്ക്ഡൌണിലാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കണം. പിന്നെ കളികൾ, പലതരത്തിലുള്ള കളികൾ നമുക്ക് കളിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്ന കളി, നിങ്ങൾക്ക് ചെസ്സ് കളിക്കാൻ അറിയുമെങ്കിൽ ചെസ്സാണ് നിങ്ങൾ കളിക്കേണ്ടത്. ആ കളിയെ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുക. നിങ്ങൾ അച്ഛനോടും അമ്മയോടും, അമ്മയ്ക്കും അച്ഛനൊക്കെ വീട്ടിൽ ഒരുപാട് സമയമുണ്ട്, എല്ലാവരുമായിട്ട് നിങ്ങൾ ചെസ്സ് കളിക്കുക. അപ്പൊ നിങ്ങളുടെ ബുദ്ധി നന്നായിട്ട് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. മറ്റൊരു കളിയും മറ്റു കളികളൊക്കെ വിനോദങ്ങളാണ്, പക്ഷെ ചെസ്സ് കളി നമ്മൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ കലാരംഗത്തൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇപ്പം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട്. സംഗീതമായാലും ഡാൻസ് ആയാലും ആക്ടിങ് ആയാലും ചിത്രരചനയായാലും എന്തിനും ഒരുപാട് സമയമുണ്ട് നമുക്കിപ്പോൾ. ആ സമയം നന്നായിട്ട് വിനിയോഗിക്കണം. ഞാനിപ്പോൾ എന്നും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളെ മിമിക്രി പഠിപ്പിക്കുന്നു, മോണാക്കി പഠിപ്പിക്കുന്നു, കുട്ടികളെ പാട്ടുകൾ പഠിപ്പിക്കുന്നു, കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഒട്ടും എന്താ പറയാ, തീർത്തും ഞാൻ ബിസിയാണ്. എനിക്ക് 24 മണിക്കൂർ പോരാന്നുള്ളൊരു വിഷമത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഈ സമയം നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ക്ലാസ്, വളരെ പ്രഗത്ഭരായ ട്രെയിനേഴ്സ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. തൊട്ടടുത്തൊരു പുസ്തകം വെക്കുക. ആ പുസ്തകത്തിൽ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഓർമ്മിപ്പിക്കുക. മറ്റുള്ളവർക്ക് അത് പാസ് ചെയ്യുക. എല്ലാം ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ വീടും നിങ്ങളുടെ പരിസരവും, വേറെ എവിടെയും നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, പുറത്തൊന്നും ഇറങ്ങാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ വീടിന്റെ മുറ്റത്തും പറമ്പിലും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു വിത്ത് ഇട്ട് ആ വിത്ത് മുളച്ച് വരുന്നതൊക്കെ നമുക്ക് ശരിക്കും വാച്ച് ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് അതിന്റെ അഭിവൃദ്ധി എന്ന് പോയി നോക്കാൻ നമുക്ക് സാധിക്കും. അടുക്കളയിൽ നമുക്കൊന്ന് ഇറങ്ങാം. നമ്മുടെ അമ്മ എന്തൊക്കെയാണ് അടുക്കളയിൽ ചെയ്യുന്നത്, ഒരു ദിവസമെങ്കിലും അമ്മയുടെ കൂടെ അടുക്കളയിലൊന്ന് അമ്മയെ ചെറിയ രീതിയിൽ സഹായിക്കാനൊക്കെ നമ്മളൊന്ന് മെനക്കെട്ട് നോക്കാം. അതുപോലെ ഇപ്പം ഈ COVID-19 പ്രതിരോധ കാലത്ത് നമ്മളെയൊക്കെ വീട്ടിൽ സുരക്ഷിതരായിട്ട് ഇരുത്തിയിട്ട് പുറത്ത് സുരക്ഷിതരല്ലാതെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും പോലീസുകാരും ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി ഒരുപാട് പേര്. ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരൊക്കെയാണ് യഥാർത്ഥ ദൈവങ്ങൾ. ഇപ്പൊ നമുക്ക് പള്ളിയിൽ പോകാനില്ല, അമ്പലത്തിൽ പോകാനില്ല, എല്ലാം നമ്മുടെ വീട്ടിലാണ്. ഇപ്പൊ അവരാണ് നമ്മുടെ ഏറ്റവും വലിയ, കാരണം അവരുടെ ജീവിതം പോലും നോക്കാതെയാണ് അവർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങളെല്ലാവരും ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ സുഖം പകരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒപ്പം ഈ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ലോക ഭൗമ ദിനമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നാളത്തെ തലമുറയാണ് നിങ്ങൾ. ഇന്നത്തെ തലമുറ നമ്മുടെ ഭൂമിയില് പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും വസിക്കാനുള്ള ഇടമാണ് ഭൂമി. അതിനെ നമ്മൾ നശിപ്പിക്കരുത്. അത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ആ ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ ഈ ഭൗമദിനത്തിൽ എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും എപ്പോഴും ചുണ്ടിൽ പുഞ്ചിരിയും മനസ്സിൽ സ്നേഹവും കൈകളിൽ സേവനവുമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഒരു സിഗ്നേച്ചർ, നമ്മുടെ ഒരു സിഗ്നേച്ചർ നമ്മൾ ഇവിടുന്ന് ഭൂമി വിട്ടു പോകുമ്പോഴും നമ്മുടെ ഒരു സിഗ്നേച്ചർ ഈ ഭൂമിയിൽ അടയാളപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എല്ലാവരും പോകാൻ. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ഈ COVID-19 പ്രതിരോധ സമയത്ത് ഞാനൊരു അവയർനെസ് ഷോർട്ട് മൂവി ചെയ്തു. അത് ഇതിനകം ഒരുപാട് ആളുകൾ കണ്ടു. ഒരു പ്രവാസിയുടെ മനസ്സെന്നായിരുന്നു അതിന്റെ പേര്. പിന്നെ ഇപ്പം ഒരു പാട്ട് കൊറോണയെ കുറിച്ച് ഒരു ബോധവൽക്കരണ ഗാനം ഞാൻ ആലപിച്ചിരുന്നു. അതും യൂട്യൂബിലുണ്ട്.
ഇന്ന് മുതൽ ഗവൺമെന്റിന് വേണ്ടി നമ്മുടെ ഫേക്ക് ന്യൂസ് ഒരുപാട് നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അതിനെതിരെ നമ്മുടെ PRD പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒരു ചെറിയ സിനിമ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ അത് കാണണം. നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്കയുടെ പേജിലൂടെയാണ് അത് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആലപിച്ച ആ ബോധവൽക്കരണ ഗാനത്തിന്റെ ഒരു 4 വരി പാടിക്കൊണ്ട് ഞാൻ എന്റെ ഈ സംസാരം അവസാനിപ്പിക്കാം. ഈ പാട്ടിലെ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. കേക്കണേ കൂട്ടരെ, നാടായ നാട്ടിലും മാരകമാരി കൊറോണ വന്നേ, വേണം കരുതണം ഈ മഹാമാരണം നമ്മിൽ പതിക്കാതെ നോക്കിടണേ. താനിന്ന താനിന്ന തന്താനെ ധന താനിന്ന താനിന്ന തന്താനെ താനിന്ന താനിന്ന തന്താനെ ധന ധാനര തന്തിന്ന തന്താനെ. കേക്കണേ കുട്ടരെ, നാടായ നാട്ടിലും മാരകമാരി കൊറോണ വന്നേ, വേണം കരുതണം ഈ മഹാമാരണം നമ്മിൽ പതിക്കാതെ നോക്കിടേണേ, നമ്മിൽ പതിക്കാതെ നോക്കിടേണേ, നമ്മിൽ പതിക്കാതെ നോക്കിടേണേ. ആരോഗ്യ വകുപ്പ് പറയുന്നത് പോലെ എല്ലാവരും മാതാപിതാക്കളോടൊപ്പം വീട്ടിൽ സേഫായിട്ടിരിക്കുക. പുറത്തിറങ്ങി ആരും ഈ രോഗത്തെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. താങ്ക് യു. താങ്ക്സ് അ ലോട്ട്. താങ്ക് യു വിനോദ് സാർ, താങ്ക് യു. വളരെ ഇൻസ്പയർ ചെയ്ത് സംസാരിച്ചതിന് താങ്ക് യു. അപ്പൊ ഞാൻ വിനോദ് സാർ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. വിനോദ് സാറിന്റെ സംസാരം കഴിയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നുള്ളത്. അപ്പൊ ഞങ്ങള് ഈ പ്രോഗ്രാമിന് വേണ്ടി വിനോദ് സാറിനെ ക്ഷണിച്ചു. വളരെ സിമ്പിൾ ആയിട്ട് വിനോദ് സാർ പ്രോഗ്രാമിന് വരാമെന്ന് അംഗീകരിച്ചു. അതിനുശേഷം ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ പ്രോഗ്രാമിനും ഒരു ട്രയൽ റൺ ചെയ്യാറുണ്ട്. ഇന്നലെ രാത്രി ഒരു ട്രയൽ റൺ ചെയ്ത സമയത്ത് നെറ്റ്വർക്ക് എറർ കൊണ്ട് 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഇപ്പൊ ദേഷ്യം പിടിക്കും, ഞാൻ നാളെ വരുന്നില്ല, കാരണം ഇത് ബുദ്ധിമുട്ടാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പൊ സ്കിപ്പാവും. ഞാനിങ്ങനെ പേടിച്ചായിരിക്കണേ, ഇപ്പൊ സ്കിപ്പാ. കാരണം 3/4 മണിക്കൂർ സമയത്തോളം ഇത് നെറ്റ്വർക്ക് എറർ കൊണ്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ്. കണക്ട് ആവുന്നില്ല. അയ്യോ, ഇത് എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ, നാളെ വരാൻ പറ്റില്ല എന്നൊരു വാക്ക് സാറ് പറഞ്ഞു. ഇപ്പൊ പോവാണ് പേടിച്ചിരിക്കുമ്പോൾ 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി അറിഞ്ഞ് അതിനുശേഷം ഇന്ന് പ്രോഗ്രാമിൽ വന്നു. ഇൻസ്പയറിംഗ് ആയിട്ട് സംസാരിച്ച വിനോദ് സാറിന് ഏറ്റവും ഹൃദ്യമായി പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. പാനലിസ്റ്റിന്റെ പേരിൽ ഏറ്റവും ഹൃദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് ട്രെയിനറെ നെക്സ്റ്റ് നമ്മുടെ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി JCI ഇന്ത്യയുടെ നാഷണൽ പ്രസിഡന്റും മലയാളികളുടെ അഭിമാനവുമായ നമ്മുടെ നാഷണൽ പ്രസിഡന്റ് അനീൽ സി മാത്യു സാർ, JCI സെനറ്റർ അനീൽ സി മാത്യു സാറിനെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അനീൽ സാർ, വെൽക്കം. താങ്ക് യു ആന്റണി. നമ്മുടെ ഫസ്റ്റ് PR മാൻ ഓഫ് സോൺ 21 ദീപേഷ്, പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് സന്തോഷ് സാർ, അതുപോലെ തന്നെ നമ്മളെ സീരിയലിലും സിനിമകളിലും ഒക്കെ കാലോചിതമായ ആ സന്ദർഭം അനുസരിച്ച് ചില നല്ല നർമ്മത്തിൽ ചാലിച്ച് കൊടുക്കേണ്ട സാധനങ്ങൾ കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്ന ചില സ്കിറ്റുകൾ അവതരിപ്പിക്കുക നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് വിനോദ് കോവൂര്, സോൺ 21 എന്ന് പറയാൻ പറ്റത്തില്ല, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മാനേജ്മെന്റ് ഗ്രൂപ്പ്, നമ്മുടെ എല്ലാവരുടെയും ആശയം ആവശ്യവും ഒക്കെ ആയ, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഞാൻ നേരിട്ട് കണ്ടതാണ് കുമാറിന്റെ സമയത്ത്, നമ്മുടെ സെനറ്റർ തോമസ് ജോർജ്, തൊമ്മൻ എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന നമ്മുടെ ഫാക്കൽറ്റി, ഓൾമോസ്റ്റ് 500-നടുത്ത് കാണുന്ന പാർട്ടിസിപ്പൻസ്, എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം എനിക്ക് പേഴ്സണലി കിട്ടിയ JCs ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യമേ ഒരു നാഷണൽ പ്രസിഡന്റ് എന്ന നിലയിൽ, ഒരു പ്രത്യേകിച്ച് മലയാളി എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്, ഞാൻ JCയിൽ വന്നത് 27ാമത്തെ വയസ്സിലാണ്. പക്ഷെ പണ്ടത്തെ ഒരു വേൾഡ് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ JC എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് വീട്ടിൽ ഇരുന്നാൽ നമ്മുടെ കയ്യിൽ ഒന്നും കിട്ടില്ല. ജസ്റ്റ് ലൈക്ക് എ ജിം, നമ്മളവിടെ സബ്സ്ക്രിപ്ഷൻ കൊടുത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഞാൻ 27 തൊട്ട് 34 വയസ്സ് വരെ ലോം പ്രസിഡന്റ് ആവുന്നിടം വരെ നമ്മൾ വെറും സൈലന്റ് ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയുകയും ഒരു ലോഡ്സിന് മര്യാദയ്ക്ക് വരികയും പതിനുമുമ്പൊക്കെ പിടിച്ചു വലിച്ച് കൊണ്ടുപോയിട്ടുള്ളതെന്നല്ലാതെ നമുക്കിത് എന്തുവാണെന്ന് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് ഈ ഓഫീസ് ലെവലിലേക്ക് വന്ന് ദൈവനുഗ്രഹിച്ച് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും, ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള ഇപ്പം നിസ്സാരം നമ്മൾ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മളൊരു NGOയിലെ ഒരു നാഷണൽ പ്രസിഡന്റ് ആണ് അല്ലെങ്കിൽ ഓഫീസറാണ് എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് സഹായമാണ് ആദ്യം ചെയ്യുന്നതെന്ന് ആദ്യം ചോദിക്കുക. സഹായം എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ഫിനാൻഷ്യലായിട്ട് ഇത് തന്നെയാണ്. ഇത് ഒന്നും അറിയാത്ത ഈ ഓർഗനൈസേഷനെ കുറിച്ച് അറിയാത്തവർ എന്ന് ചോദിക്കുന്നത്. ഞാനപ്പോൾ അന്നേരം എപ്പോഴും പറയാറുണ്ട്, നമ്മൾ അതിനേക്കാളൊക്കെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ സഹായത്തെക്കാൾ ഉപരി നമ്മളൊരു മനുഷ്യനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കുകയാണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷന്റെ ആപ്തവിശ്വാസം തന്നെ ഇതാണ്, സ്വയം നന്നാവുക. ആ സ്വയം നന്നാവുന്നതിന് കൂടെ നമ്മുടെ സമൂഹവും ഓട്ടോമാറ്റിക്കലി, നമ്മുടെ വീട് നന്നാവും, നമ്മുടെ സമൂഹം നന്നാവും, നമ്മുടെ ലൊക്കാലിറ്റി നന്നാവും. ഇതാണ് ഈ ഓർഗനൈസേഷന്റെ ആപ്തമായ ഒരു വാക്യം. ബി ബെറ്റർ, നമ്മൾ നന്നായിക്കൊണ്ടിരിക്കുക. ബെസ്റ്റ് എന്ന് പറയുന്ന
ഒരു പൊസിഷൻ ഇല്ല. നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നന്നാവുക. പ്രത്യേകിച്ച് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നാളത്തെ എല്ലാവരെയും ലീഡേഴ്സ് ആക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സം ഓഫ് ദ ത്രെഡ്സ്, ഇതിനകത്ത് കിട്ടുന്ന ഏതെങ്കിലും ഒരു ത്രെഡ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും. ഞാൻ ഇന്നലെ ഒരു ചാപ്റ്ററിൽ പോയപ്പോൾ പറഞ്ഞു, 2016 ലേബിളിന് പോയപ്പം കിട്ടിയ ഒരു ത്രെഡാണ് എനിക്ക് എൻ്റെ ഓഫീസ് ഓർഗനൈസ് ചെയ്യാനും എൻ്റെ അവിടെ ടൈം എനിക്ക് സേവ് ചെയ്ത് നമുക്ക് JC-യിൽ വരാനും എനിക്ക് സാധിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഇൻഡൾജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആ ഒരു ലേബിൾ. പലർക്കും പല രീതിയിലാണ് ഓരോ ട്രെയിനിങ്ങുകളും നമുക്ക് ഗുണപ്പെടുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ കുട്ടികളെ ഇത്രയും പേര് 4-5 ദിവസത്തെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. ഇവരോട് എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് ഈ ഓർഗനൈസേഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ JC-യിൽ വന്നപ്പം, അല്ലെങ്കിൽ JC-യിൽ വന്നിട്ടുള്ളവർക്ക് ഈ കോവിഡ് പീരീഡ് എന്ന് പറയുന്നത് എനിക്ക് 100% ഉറപ്പുണ്ട്. ഒരല്പം ഒരു 20-25% ആത്മാർത്ഥത ഓർഗനൈസേഷനോട്, അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റ് ചാപ്റ്ററിലുള്ള ഒരാൾക്ക് ഈ കോവിഡ് പീരീഡ് ഒരു നേരം പോവാൻ ബുദ്ധിമുട്ടായി എന്ന്, അതും അല്ലെങ്കിൽ സിനിമ കണ്ട്, അല്ലെങ്കിൽ സീരിയല് കണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ വെറുതെ ഇരുന്ന് സമയം കളഞ്ഞു എന്ന് പറയാൻ പാകത്തില് ഒരാൾ പോലും JC-യിൽ ഉണ്ടാവില്ല. അത്ര എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ JC ഓർഗനൈസേഷൻ സോൺ വൈസ് ആണെങ്കിലും ലോം വൈസ് ആണെങ്കിലും ഇഷ്ടം പോലെ ട്രെയിനിങ്. അത് സോൺ 21 എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. വളരെ വെറൈറ്റി ആയിട്ടുള്ള ട്രെയിനിങ്. ഇപ്പം ഇന്നലെ എടക്കരയിൽ വന്നപ്പോൾ ബിസിനസ്, നമുക്കറിയാം നല്ലൊരു ശതമാനം നമ്മുടെ ആൾക്കാർ ബിസിനസ്സാണ്. അവർക്കൊരു ടേൺ അല്ലെങ്കിൽ അവർക്കൊരു ബൗൺസിങ് ബാക്ക് വേണ്ട സമയമാണ് ഈ കോവിഡ് പീരീഡ് കഴിയുമ്പോൾ. അതിൽ ചെയ്യുന്നുണ്ട്. നിലമ്പൂർ ഗോൾഡൻ വാലിയും അവർ വണ്ടൂർ ടൗണും എല്ലാം അവർ ചെയ്ത ഒരു വെറൈറ്റി ആയിട്ട് അവർ ഫാമിലി ഇൻവോൾവ് ചെയ്ത് കുക്കിംഗ് ക്ലാസ്, പിന്നെ ഡോക്ടേഴ്സ് കൊണ്ട് ലൈവ് ആയിട്ടുള്ളത് ഓരോ ചാപ്റ്ററുകളും. ഇന്നലെ പോയ അരീക്കോട് ഉണ്ടായത് ട്രെയിനിങ്. നമ്മൾ ഇതെല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കിട്ടിയ ഈ 30 അല്ലെങ്കിൽ 40 ദിവസത്തെ ഈ കോവിഡ് ലോക്ക്ഡൗൺ പീരീഡ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈമായിട്ട്, നമ്മൾ ഈ 1.5 മാസം സബ്മസീവ് ആയിട്ട് നിന്ന പല കാര്യങ്ങളിൽ നമുക്ക് എത്രയും പെട്ടെന്ന് റീബാക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ എക്വിപ്ഡ് ആക്കുകയാണ് ഈ ഓർഗനൈസേഷന്റെ എല്ലാ ലോമുകളും എല്ലാ ട്രെയിനിങ്സും ചെയ്ത്. അതിനെ നിങ്ങൾ ഓരോരുത്തരും അഭിനന്ദിക്കുന്നു. ഈ ഒരു വലിയ ടാസ്ക് എടുത്ത സോൺ 21ന്റെ നേതൃത്വത്തോടെ, ഇത് സോൺ ഇനിഷ്യേറ്റീവുള്ള ഒരു പ്രോഗ്രാമാണ് എനിക്കറിയാം. അതുകൊണ്ട് ആ സോൺ ഇനിഷ്യേറ്റീവ് എടുത്ത എല്ലാവരോടും പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ 18 വയസ്സ് കഴിയുമ്പം ഈ ഓർഗനൈസേഷനിലേക്ക് വരിക. ഇത് നിങ്ങളെ മാറ്റിമറിക്കുന്നത്, ചിലപ്പോൾ നിങ്ങളൊരു 30 വയസ്സിലോ 40 വയസ്സിലോ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനത്തിനെ വളരെ നേരത്തെ കൊണ്ടുവരികയാണ്. കൊമേഴ്സിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ സാധനം നമുക്ക് നേരത്തെ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. എത്ര നേരത്തെ എത്ര കഴിയുന്നിടത്തോളം ആൾക്കാർ ഓർഗനൈസേഷനിലേക്ക് വരിക. ദിസ് വിൽ ചേഞ്ച് യു ലൈക്ക് എനിത്തിങ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് കോൺഫിഡൻസ് ഏതൊരു കുട്ടിയെ സംബന്ധിച്ച് ഫസ്റ്റ് കോൺഫിഡൻസ് കിട്ടുന്ന ലെവൽ എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ്. മനുഷ്യരോട് പുറത്തു നിന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് 4 വാക്ക് നമുക്കൊരു പ്രസംഗിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവന്റെ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന അറിയും. അത് ഈ ഓർഗനൈസേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ തുടങ്ങുന്നത്. അവിടുന്ന് ഓരോ കാര്യങ്ങളും നിങ്ങളെ മോൾഡ് ചെയ്ത് ഒരു ബെറ്റർ സിറ്റിസൺ ഫോർ ദ നേഷൻ. വിദ്യാഭ്യാസത്തിന്റെ ഗുണം എന്ന് പറയുന്നത് കുറെ അറിവുകൾ സമ്പാദിച്ച് തലയിൽ വെക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി നമുക്ക് ആ കിട്ടിയ വിദ്യാഭ്യാസം എങ്ങനെ നമ്മുടെ സമൂഹത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഒരു ബെറ്റർ ചേഞ്ച്, ഒരു സസ്റ്റൈനബിൾ ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം. അതിലേക്ക് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നതാണ് ഈ എംപവറിംഗ് യൂത്ത് ഇതിലെ കറക്റ്റ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്ത് കൊടുത്താൽ ഒരു കുട്ടീനെ എങ്ങനെ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാവട്ടെ. നമുക്ക് വേണ്ടി നമ്മുടെ വിനോദ് കോവൂർ സാർ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം ഓർത്തുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ZP ദീപേഷ്, നമ്മുടെ തോമൻ സാറ്, അതുപോലെ തന്നെ ആന്റണി ജോയ്, ZD ട്രെയിനിങ്, എല്ലാവർക്കും എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ജെസിസ്. ബി ബാക്ക്. താങ്ക് യു അനീഷ് സാർ. താങ്ക് യു സർ. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ വേർഡ്സ്. താങ്ക് യു സർ. അടുത്തതായി നമ്മൾ ട്രെയിനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1-2 പേരെ നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് ഡിസൈൻ പാറ്റേണുകളൊക്കെ ചെയ്തു തന്നെ നമ്മുടെ ഫാസിൽക്ക, സോൺ എഡിറ്റർ ഫാസിൽക്ക ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രോഗ്രാമിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് വിളിച്ചുകൊണ്ട് നമ്മുടെ 8 ZVP-മാരുണ്ട്, എല്ലാ പ്രസിഡന്റുമാരുണ്ട്. അതിനോടൊപ്പം തന്നെ ഉമ്മർ സാറിനെ ഏറ്റവും പ്രത്യേകമായി ഓർക്കുന്നു.
കാരണം സാറ് എപ്പോഴെപ്പോഴും വിളിച്ച് കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് ഓരോ സംശയങ്ങളും ചോദിച്ച് അതിന് രജിസ്റ്റർ ചെയ്യേണ്ട ഫോർമാറ്റ് ഫീഡിങ്സ് ഒക്കെ വീഡിയോ സെറ്റ് ചെയ്ത് ഉമ്മദ് സാറിനെ നന്ദിയോട് ഓർക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് 2 സ്ഥാപനങ്ങൾ സക്സസ് ലൈൻ അരീക്കോടും എക്സ ഇടവണ്ണയും ഏറ്റവും കൂടുതൽ കുട്ടികളിലേക്ക് ഓരോ കുട്ടികളുടെയും സംശയം മാറ്റി കൊടുത്ത് അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത 2 സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ ചാപ്റ്ററിലെ എല്ലാ ലോമിന്റെയും സ്ഥാപനങ്ങളെല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ഏറ്റവും കൂടുതൽ ചെയ്ത ഇവരെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അരുൺ സാറിനെ ട്രെയിനർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അരുൺ സാറിനെ ഏറ്റവും കൃത്യമായി സ്വാഗതം ചെയ്തു. അരുൺ സാർ, വെൽക്കം. Thank you, Chairman, for this privilege. Electronics and Communication Engineering ബിരുദം കരസ്ഥമാക്കിയ ഇദ്ദേഹം MBA, MSc Applied Psychology, MPhil Psychology, ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് എന്നിവ കരസ്ഥമാക്കിയ പ്രതിഭാധനനാണ്. ഇന്ത്യക്ക് പുറമെ 35ഓളം രാജ്യങ്ങളിൽ നിരവധി ട്രെയിനിങ്ങുകൾ നടത്തിയിട്ടുള്ള ഇദ്ദേഹം തുടർച്ചയായി 72 മണിക്കൂർ ട്രെയിനിങ് നടത്തി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഒരു മഹനീയ വ്യക്തിത്വമാണ്. ലീഡ്സ് കോളേജ് ഓഫ് മാനേജ്മെന്റിന്റെ എല്ലാമായ ഇദ്ദേഹത്തിന് സ്മാർട്ട് പേഴ്സൺ ഓഫ് പാലക്കാട് in 2015, NFED Entrepreneur Award in 2015, Outstanding Entrepreneur Award in 2016, Vocational Excellence Award 2016 from Rotary Club, Eminent Educationalist തുടങ്ങിയ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുള്ള മഹനീയ വ്യക്തിത്വമാണ്. ഇന്റർനാഷണൽ ട്രെയിനർ കൂടിയായ JCI സെനറ്റർ ഡോക്ടർ തോമസ് ജോർജ് സാറിനെ, നമ്മുടെ പ്രിയപ്പെട്ട തൊമ്മനെ നിങ്ങൾക്ക് മുന്നിൽ സസന്തോഷം പരിചയപ്പെടുത്തുന്നു. താങ്ക് യു. താങ്ക് യു അരുൺ സാർ, താങ്ക് യു. ഏറ്റവും കൃത്യമായി തൊമ്മൻ സാറിനെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഷെഡ്യൂൾ ചെയ്തത് ഒരു 3 മിനിറ്റ് ലേറ്റ് ആണ് ഫസ്റ്റ് ഡേ പ്രോഗ്രാം. നെക്സ്റ്റ് ഡേ ഒരു ലേറ്റും ഇല്ലാതെ കൃത്യം സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റ് ഡേ നമ്മൾ കൃത്യ സമയത്ത് ഒരു 3 മിനിറ്റ് ലേറ്റ് ആയി നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ഏറ്റവും കൃത്യമായി തൊമ്മൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സർ പ്ലീസ്. Thank you, Anthony, and National President, Dibesh ji, Zone President, and എല്ലാവരും ഒറ്റ വാക്കിൽ 3 മിനിറ്റ് ലേറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കയറുന്നു. പാർട്ടിസിപ്പൻസ് എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു ചാറ്റ് ബോക്സ് ഉണ്ട്. അതിൽ ഞാൻ ഇപ്പൊ തന്നെ ഒരു ചോദ്യം വന്നിരുന്നു, എൻ്റെ അംബീഷൻ എന്തെന്നുള്ളത് എനിക്ക് ക്ലിയർ അല്ല. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അവിടെ വന്നിട്ടുണ്ട്. മൈ മൈൻഡ് ഇസ് നോട്ട് ഫിക്സ്ഡ് ഓൺ എൻ അംബീഷൻ, ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. നല്ല കാര്യം. നമുക്ക് ഗോൾ സെറ്റിങ്ങിന്റെ ഒരു ക്ലാസ് ഉണ്ട് കുറച്ച് ദിവസം ഈ ദിവസങ്ങളിൽ. അതിൽ ഇറ്റ് വിൽ ബി ആൻസേർഡ്. അതേപോലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങളും ആൻസർ ഇട്ടോളുക ഹൈ എന്ന് പറഞ്ഞു. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. ചില മാസങ്ങളിൽ, നമുക്ക് ഒരു വർഷത്തില് ചില മാസങ്ങളിൽ 30 ദിവസമുണ്ട്, ചില മാസങ്ങളിൽ 31 ദിവസമുണ്ട്. എത്ര മാസങ്ങളിൽ 28 ദിവസമുണ്ട്? ഒന്ന് ടൈപ്പ് ചെയ്തിടാവോ കുട്ടികളെ? ഒരു മാസം, 12 മാസം, 1, 1, 12, 1, 12, 13 മാസമുണ്ട് ഒരു വർഷം. ഓക്കെ, യെസ്, താങ്ക് യു. തുടക്കി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടി. മതി. 12 മാസവും 28 ദിവസമുണ്ട്. എല്ലാ മാസവും ഉണ്ട്. മതി. ഓ അയ്യോ, എന്തൊരു പാർട്ടിസിപ്പേഷനാ. സന്തോഷം. നമുക്കൊക്കെ സുഖമാ. സന്തോഷേ. ഒരു ചോദ്യം ഇങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി. നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇനി ഒരു ചോദ്യം, അടുത്ത ചോദ്യം ഞാൻ വരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹു ഇസ് ദ ഗ്രേറ്റസ്റ്റ് ലീഡർ ഇൻ യുവർ മൈൻഡ്? നിങ്ങൾ ഏറ്റവും ലീഡർ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ. മനുഷ്യരെ മതി, ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ. കഴിയുന്നതും ജീവിച്ചിരിക്കുന്നതാണ് നല്ലത്. ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ആരാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിങ്ങൾ ലീഡർഷിപ്പ് എന്ന് പറയുന്ന, ഏറ്റവും ലീഡർ എന്ന് പറയുന്ന ഒരാള്? My mom, MS Dhoni, my father, mother, Pinarayi Vijayan, mother, amma, ഞാൻ തന്നെ, CM, Gandhi, okay, APJ Abdul Kalam, Rahul Gandhi. Fine. Excellent participation. Okay. ഇതില് ഓക്കെ, ആരോ പറഞ്ഞ പോലെ MK ഗാന്ധി, അമ്മ, പിണറായി സർ. ഓക്കെ, എൻ്റെ റോൾ മോഡലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്. ഇത് കുറച്ചു നാൾ മുമ്പ് ഒരു ചോദ്യം വന്നിരുന്നു. എൻ്റെ ഇവിടെ ഒരു ജോയിൻ ചെയ്തൊരു സാറാണ് ചോദിച്ചത്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് മനുവിനോടാ ചോദിച്ചത്. ഓക്കെ, ഫൈൻ, താങ്ക് യു, ആൻസർ ഇസ് ഇനഫ്.
മനു എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. മനുവിനോട് ബാലസാറ് ചോദിച്ചു. ബാലസാറ് പോണ്ടിച്ചേരി എന്നുള്ളൊരു സാറ് ഇവിടെ പഠിപ്പിക്കുന്ന ബാലസാർ മനുവിനോട് ചോദിച്ചു, മനു, തൊമ്മൻ എന്താ വെജിറ്റേറിയൻ? തൊമ്മൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് കേട്ടോ. ഓക്കെ, തൊമ്മൻ എന്താ വെജിറ്റേറിയൻ ആയത്? അപ്പൊ മനു പറഞ്ഞത് വലിയൊരു കഥയാ. ബാലസാർ ഒന്ന് ചുരുക്കി പറയാവോ? തൊമ്മൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. ഒരു പട്ടത്തിയായിരുന്നു. അങ്ങനെ തൊമ്മൻ വെജിറ്റേറിയൻ ആയി. എന്നിട്ട് പിന്നെ ആ പെണ്ണ് തേച്ചിട്ട് പോയി. പിന്നെയോ അവളുടെ ഓർമ്മയ്ക്കായി തൊമ്മൻ കണ്ടിന്യൂസ് ടു ബി എ വെജിറ്റേറിയൻ. അപ്പം ബാലസാർ പറഞ്ഞു, കൊള്ളാം, നല്ല കഥ. ഈ കഥ തൊമ്മൻ അറിയോ? അപ്പൊ തൊമ്മൻ അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞ എന്റെ അച്ഛനാണ്, എന്റെ അമ്മയാണ്. ആർക്കറിയാം? ഇപ്പൊ ദേ പറയണു എനിക്കറിയാം. എന്റെ ചോദ്യം, അത് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ അറിയോ? നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഒരു വീട്ടിൽ ചെന്നപ്പം അവിടെ പട്ടി കുറച്ച് വന്നപ്പം എന്റെ സുഹൃത്ത് പറഞ്ഞു, ദേ തൊമ്മ പട്ടി. ഞാൻ ട്രെയിനർ അല്ലേ, ഞാൻ പറഞ്ഞു അറിയില്ല, കുരയ്ക്കും പട്ടി, കടിക്കില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്കറിയാം, പക്ഷെ പട്ടിക്ക് അറിയണം എന്നുണ്ടോ? ഹലോ, സൗണ്ട് പ്രോബ്ലം ഉണ്ടോ? ഇതൊരു സൗണ്ട് പ്രോബ്ലം ഇല്ല, താങ്ക് യു. അപ്പം ഇവിടെ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്റെ സെഷൻ അല്ല റിലേഷൻഷിപ്പ്, പക്ഷെ എന്നാലും എനിക്കത് ഐ കാൺ സ്റ്റോപ്പ് ടെല്ലിങ് ദാറ്റ് നമ്മള് അച്ഛനാണ് എന്റെ റോൾ മോഡൽ എങ്കിൽ, അച്ഛനാണ് എന്റെ റോൾ മോഡൽ, അമ്മ യു ആർ മൈ റോൾ മോഡൽ, ചക്കൊരു ഉമ്മ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റണം. അമ്മയുടെ അയ്യപ്പനും കോശിയും കണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. എഴുതണ്ട. അയ്യപ്പനും കോശിയും കണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഓരോ പ്രാവശ്യവും കോശിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ അയ്യപ്പനോട് ചെന്ന് മാപ്പ് പറയും എന്നും പറഞ്ഞ് സൗണ്ട് ലെസ് ആണ്. ഓക്കെ, അയ്യപ്പന്റെ അടുത്ത് ചെല്ലുമ്പോ മാറും. എന്താ അങ്ങനെ പിന്നെ ഉടക്കാവും. നമ്മളും നമ്മുടെ മാതാപിതാക്കളോട് ഇങ്ങനെ തന്നെയാണ്. എന്റെ അച്ഛൻ നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് വല്ലവരും എന്റെ അച്ഛനെ പറ്റി മോശം പറയുമ്പോഴാണ്. പക്ഷെ അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയും, പിന്നെ സംഗതി മൊത്തം മാറും. എനിവേ, ദാറ്റ്സ് നോട്ട് മൈ ടോപ്പിക്. ലെറ്റ് മീ കം ടു ദി ടോപ്പിക്. നിങ്ങൾ ആരെയോ ഒരാളെ ലീഡർ എന്ന് പറഞ്ഞു. ചോദ്യം, ടെൽ മീ വൺ ക്വാളിറ്റി വിച്ച് യു ലുക്ക് അറ്റ് ദി ക്യാമറ. എന്താ അറിയോ, ക്യാമറയുടെ മുകളിലാണ് സ്ക്രീൻ. ഞാൻ വേഗം നിങ്ങളെയാണ് നോക്കുന്നത്. ശരി, ഞാൻ ക്യാമറയെ നോക്കാം. താങ്ക് യു. ചോദ്യം, ഓൾ പാനലിസ്റ്റിനാണല്ലേ? ശരി, ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ വ്യക്തിനെ എന്തുകൊണ്ട് ലീഡർ എന്ന് പറഞ്ഞു? വാട്ട് ഈസ് ദാറ്റ് ക്വാളിറ്റി വിച്ച് യു ലുക്ക് ഇൻ ദാറ്റ് പേഴ്സൺ എന്നുള്ളത് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്തോളൂ. ഒരു മിനിറ്റ്. ഓക്കെ, പതുക്കെ. കെയറിംഗ്, ബ്രേവ്, പേഴ്സണാലിറ്റി, കോൺഫിഡൻസ്, പെർസിയവറൻസ്, ഓണസ്റ്റി, helping, inspiration, confidence, leading, take right decisions, loving, caring, smart. മതി കേട്ടോ, എനിക്ക് വായിച്ചു പോകാൻ പറ്റുന്നില്ല, കുറെ ഉണ്ട്. ഓക്കെ, ഇതില് ഒരു ഭാഗം എന്ന് പറയുന്നത് equality. She is always full of power, character, responsibility, loving so much. M.K. Gandhi was the most ideal man. If I had to mention one quality, it won't be enough. Okay, so namukku advise me and other to do better things. Advice ആരെ കുറിച്ച് എഴുതിയതാ കേട്ടോ. മിക്കവാറും അച്ഛനെ കുറിച്ചായിരിക്കും, അല്ല അമ്മയെ കുറിച്ചായിരിക്കും. എന്നെ അച്ഛനും അമ്മയും നന്നായിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെ ലീഡറായിട്ട് എടുക്കുന്നത്. ആണല്ലോ? ഇനി ഒന്ന് ആലോചിക്കൂ, അവരുടെ അഡ്വൈസ് നമുക്ക് കിട്ടുമ്പം നമ്മുടെ റിയാക്ഷൻ എന്താണ് എന്നുള്ളത്. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മള് TV കണ്ടോണ്ടിരിക്കുക,
കുറേ നേരമായി കാണുന്നു. കുറെ കഴിഞ്ഞപ്പോ നമുക്ക് തന്നെ തോന്നി മതി നിർത്താമെന്ന്. ആ പാട്ടും കൂടെ കഴിഞ്ഞ് നിർത്താന്ന് പറഞ്ഞാൽ ആ പാട്ട് കഴിഞ്ഞ് റിമോട്ട് എടുത്ത് ഞാൻ എന്റെ തള്ളവരൽ ആ ചുവന്ന ബട്ടണിലേക്ക് ഞെക്കാൻ പോകുമ്പം അമ്മ അതിൽ കൂടെ വരുന്നു. പഠിക്കണം എന്ന് ഒരു വിചാരവും ഇല്ല. എപ്പോ നോക്കിയാലും ടിവിയുടെ മുമ്പിലാണ്. നമ്മൾ എന്താ ചെയ്യാ? ആ റിമോട്ടോട് അത്രയ്ക്ക് അന്നാ പിന്നെ ഞാൻ ടി വി കണ്ടിട്ട് തന്നെയുള്ളൂ. ഹലോ, അഡ്വൈസ് എന്ന് പറയുന്നത് എന്റെ അച്ഛൻ എന്നെ അഡ്വൈസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അച്ഛനെ ഇഷ്ടം അമ്മേനെ ഇഷ്ടം എന്ന് പറയുമ്പം അഡ്വൈസ് ചെയ്യുമ്പം നമ്മുടെ റിയാക്ഷൻ എങ്ങനെയാണ്? സത്യം സത്യം കറക്റ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ട്രൂ. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യം. ഹി വിൽ ആംഗ്രി അറ്റ് ദാറ്റ് മൊമെന്റ്, വി വിൽ ആംഗ്രി അറ്റ് ദാറ്റ് മൊമെന്റ്. ഷുവർ. ഗുഡ് സ്കിൽസ്. താങ്ക് യു. നമുക്ക് ആരാണ് ലീഡർ എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വാളിറ്റി നോക്കി വെച്ചിട്ടുണ്ടാവും. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എടുക്കാം. താങ്ക് യു. എനിക്ക് ഒരു ചെറിയൊരു നറേഷൻ പറയാൻ പോകുന്നത്, ഞങ്ങളുടെ എല്ലാം JC-യിലെ ഞങ്ങളുടെ ട്രെയിനേഴ്സിലെ ഏറ്റവും വലിയൊരു ഗുരു എന്ന് പറയാവുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു ബാലേട്ടനാണ്. G. ബാലചന്ദ്രൻ എന്ന് പറയുന്നത്. ഹൂസ് എ ലീഡർ? ഒരു വീട്ടിലെ ആരാണ് ലീഡർ എന്ന് ചോദിച്ചാൽ ഒന്ന് 2-3 പേര് എന്ന് പറയാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉത്തരം വരും. ഹൂസ് ദ ലീഡർ ഇൻ യുവർ ഹൗസ്? ഡാഡ്, ഫാദർ, 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 ഫാദർ. ഹൂ ഇസ് ബാലേട്ടൻ? അല്ലേ, ബാലേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയൊരു മതി 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 മതി. ഇതിലെ 99% ആൻസർ മതി 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 മതി. 99% ആൻസറും വന്നിട്ടുള്ള ഫാദർ എന്നാണ്. ചിലവിടെ മദറും വന്നിട്ടുണ്ട്. വളരെ ഒരു ലെസ് ദാൻ എ പെർസെന്റേജ്. ബാലേട്ടൻ പറയായിരുന്നു, ബാലേട്ടൻ ഞങ്ങളുടെയൊക്കെ വലിയൊരു സുഹൃത്താണ്, വലിയൊരു ഗുരുവാണ്. അദ്ദേഹത്തിന് ഈ ചോര കണ്ട പ്രശ്നമാണ്. അപ്പോ ഒരു ദിവസം പ്രേമേച്ചി ബാലേട്ടന്റെ ഭാര്യ എന്തോ കറിക്ക് അരിഞ്ഞ കൂട്ടത്തിൽ വിരലും കൂടെ അങ്ങോട്ട് മുറിച്ചു. ചോര അങ്ങോട്ട് ചീറ്റി. പ്രേമേച്ചി ആസ് യൂഷ്വൽ ബാലേട്ടാന്ന് നീട്ടി വിളിച്ചു. ബാലേട്ടൻ ഇത് കണ്ടുടരു. ബാലേട്ടൻ സ്റ്റക്കായി. ഇതെന്താണെന്ന് നോക്കിയിട്ട് ബാലേട്ടന്റെ ഇളയ മോൻ, ഇപ്പം വലിയ ആളായി, ചെറിയ കുട്ടിയായിരുന്നു, നേരെ അടുക്കളയിലേക്ക് വന്നു. ബാലേട്ടൻ ഇങ്ങനെ നിൽക്കണു. അമ്മേനെ നോക്കി, കൈ മുറിഞ്ഞിരിക്കണു. ഇവൻ എന്താ ചെയ്യേണ്ടത്? ചെറിയ കുട്ടിയാ. അവൻ വേഗം ചെയ്തത് നേരെ പോയിട്ട് ഒരു സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്ന് ഫ്രിഡ്ജ് തുറന്ന് അതിന്റെ ഫ്രീസർ, അവൻ എത്തില്ല, അതുകൊണ്ട് ഫ്രീസർ തുറന്ന് അതിനകത്ത് ഐസ് ട്രേ എടുത്ത് ഒരു കർച്ചീഫ് പോലെ ഒരു സാധനത്തിനോട്ട് കുറെ ഐസ് ഇട്ട് കുറെ കുത്തിപ്പൊട്ടിച്ച് നേരെ കയ്യിൽ കൊണ്ടുവച്ചു. ആ ബ്ലീഡിങ് അങ്ങോട്ട് നിർത്തിയിട്ട് നേരെ അടുത്ത വീട്ടിൽ ചെന്ന് ആരെയോ വിളിച്ചുകൊണ്ട് വന്നു. ബാലേട്ടൻ പറയായിരുന്നു, ഇതൊക്കെ ഞാൻ സഹിച്ചു, നല്ല കാര്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ ഭാര്യ സേഫ് ആണെന്ന് ആക്കിയതിന് ശേഷം അവൻ എന്നെ നോക്കി, എന്നിട്ടൊരു നോട്ടം നോക്കി. അച്ഛനാണത്ര, അച്ഛൻ. ഹലോ, ആ പൊസിഷനില് ആരാണ് ലീഡർ? അച്ഛനല്ല, അമ്മയല്ല, ഹലോ, ഓക്കെ, നെറ്റ്വർക്ക് സ്റ്റക്ക് ആയതാണ്. പ്ലീസ് വെയിറ്റ്. യെസ് 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 ചാറ്റിംഗ് കിട്ടുന്നുണ്ട്. ദർ ഇസ് നെറ്റ്വർക്ക് പ്രോബ്ലം.
ഹലോ പാനലിസ്റ്റ്, ഹലോ ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാൻ ചാൻസ് സാധിക്കുന്നുണ്ടോ പാനലിസ്റ്റ്? ഹലോ, കേൾക്കുന്നുണ്ട്. Audible ആണ്. ഓക്കെ, തൊമ്മൻ സാർ സ്റ്റക്ക് ആയതാ തോന്നുന്നു. He will be joining. Please wait for 2 minutes. ഓക്കെ, ഹലോ സന്തോഷ് സാർ ലൈൻ ഉണ്ടോ? സന്തോഷ് സാർ? ഓക്കെ, തൊമ്മൻ സാറിനോട് സ്റ്റക്ക് ആയതാന്ന് തോന്നുന്നു. ഹലോ ഹലോ, സന്തോഷ് സാർ? സെറ്റ് സർ? ഹലോ, തൊമ്മനെ ഫോണിൽ കിട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, ഹി വിൽ ജോയിൻ. ആ സമയം വരെ നമുക്ക് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം. വാട്ട് ഈസ് ലീഡർഷിപ്പ് എന്നായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓൾ ദ പാനലിസ്റ്റ് ആർ എമിനന്റ് ആൻഡ് excellent in this field, so I hope it can be continued till Thoman return. അപ്പോൾ ചന്ദ്രൻ സർ ആൻഡ് സന്തോഷ് സാർ, നിങ്ങളുടെ ഒപ്പീനിയനിൽ ലീഡർഷിപ്പിനെ പറ്റിയുള്ള ചർച്ചയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സന്തോഷ് സാറിനെ കണക്ട് ചെയ്യാൻ കിട്ടുന്നില്ല, സന്തോഷ് സാറിന്റെ ഓഡിയോ കണക്ട് ആവുന്നില്ല. ആ സമയത്ത് സന്തോഷ് സാർ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചന്ദ്രൻ സർ? ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കഷൻ പകുതി വെച്ച് നിർത്തിയിട്ടാണ് ഇനാഗുറേഷനിലേക്ക് കയറിയത്. ലീഡർഷിപ്പിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ പോയിന്റുകളെ പറ്റി സാറിന്റെ ഒരു എക്സ്പീരിയൻസ്. സന്തോഷ് സാർ കണക്ട് ആയിട്ടുണ്ട്, സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ചന്ദ്രൻ സർ. എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി മുമ്പോട്ട് വരണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ആവശ്യബോധം വേണം. ഓക്കെ, അങ്ങനെ ഒരു ആവശ്യബോധം ഉണ്ടാക്കിയെടുക്കുന്ന അവസരത്തിൽ മാത്രമല്ല, അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും വേണ്ട ഒരു അപ്രിസിയേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ കാര്യങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ ഒരു താല്പര്യം ചെയ്യുന്ന കുട്ടികൾക്കും വരുന്നത്. അതിന് ചില സമയത്ത് ചിലർക്ക് വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ പൂർണ്ണമായി കിട്ടും. മിക്കവാറും ആളുകൾക്ക് അത് കിട്ടുന്നത് സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ട്, അധ്യാപകരിൽ നിന്ന് കിട്ടാറുണ്ട്, കൂട്ടുകാരിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ സംഘടന പോലുള്ള സംഘടന, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പോലുള്ള സംഘടന ഒരു കാര്യം ഏൽപ്പിച്ച് അവർ ആ കാര്യം പൂർത്തിയാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. പിന്നീട് അവർക്ക് ലീഡർഷിപ്പിനുള്ള അവസരങ്ങളായി കൊടുക്കുന്നു. അങ്ങനെ അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ലീഡർഷിപ്പിന് വേണ്ടിയിട്ട്. കുട്ടികൾക്കാണെങ്കിലും ഇപ്പൊ നമ്മളാണെങ്കിലും പോലും അങ്ങനെയാണല്ലോ നമ്മുടെ സംഘടന പഠിപ്പിച്ചിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ കൊടുക്കുക. അപ്പൊ അവരുടെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാവും എന്നാണ് എന്റെ അഭിപ്രായം. സാറേ കണ്ടിന്യൂ ചെയ്തു സാറേ. ഒരു അല്ല, നമ്മളെ എനിക്ക് തോന്നുന്നു പാനലിസ്റ്റുകൾ എല്ലാവരും ഇതിൽ ഈ ഒരു കാര്യത്തില് എന്താണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സിനാരിയോയിൽ ഒരു ഇഫക്റ്റീവ് ലീഡർഷിപ്പിന്റെ റെലവൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയണേ നന്നായി. കാരണം ഇപ്പൊ ഇവിടെ ഉള്ള പാനലിസ്റ്റുകൾ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം സന്തോഷ് സാർ ഒന്ന് ഇടപെട്ടോട്ടെ. ഒരു കാര്യം, ചാറ്റ് ബോക്സിൽ പാർട്ടിസിപ്പന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും സെഷൻസ് നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്യില്ല. ചെറിയൊരു ടെക്നിക്കൽ എറർ എല്ലാവരും തൊമ്മൻ സാർ എന്ന് പറയുന്നുണ്ട്. തൊമ്മൻ സാറിന്റെ പ്രോഗ്രാം കംപ്ലീറ്റ്ലി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ ഒരു ഡിലേ, ആ സമയം നമ്മൾ ഫില്ല് ചെയ്തു, അത്രേ ഉള്ളൂ. വി ക്യാൻ കണ്ടിന്യൂ. അപ്പോ നമ്മളിപ്പോ ഈ അഡ്രസ് ചെയ്യുന്ന ഒരു കാറ്റഗറി സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവരെ ഫോക്കസ്ഡ് ആക്കുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 9, 10 നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അവരെ ഫോക്കസ്ഡ് ആക്കുക. അവരെ അക്കാഡമിക്സിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിലേക്കും. ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ലത്തീഫ് അത് എനിക്ക് തോന്നുന്നു അത് റീട്രേറ്റ് ചെയ്ത ഒരു പോയിന്റ്. ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടികളിൽ ഇല്ലാതെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഏതൊരു കാര്യത്തിനും മുന്നിട്ട് ഇറങ്ങാനുള്ള, ഇപ്പൊ നമ്മളൊരു ശരിക്കും സത്യം പറഞ്ഞ ഒരു സ്കൂളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ നേതൃനിരയിലേക്ക് വരാൻ പലപ്പോഴും എനിക്ക് തോന്നുന്നു അതിന്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. പഠിത്തം മാത്രം മതി, വേണ്ടാത്ത വേറൊരു പരിപാടിക്ക് പോകണ്ട
എന്നുള്ളത് വീടുകളിൽ നിന്ന് തന്നെ കുട്ടികളെ ട്രെയിൻ ചെയ്യാം. അപ്പൊ അതന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണെന്ന് തോന്നുന്നു. കുട്ടികൾ പരിധിയിലേക്കും വരാനുള്ള, പ്രത്യേകിച്ച് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ വേറെ ഒന്നിനും ശ്രദ്ധ പോരുത്. അവര് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കരുത്, അല്ലെങ്കിൽ വേറെ ഈ പറഞ്ഞ പോലുള്ള വളണ്ടറി ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കരുത് എന്നുള്ളത് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് പലപ്പോഴും, ഞാൻ ജനറലൈസ് ചെയ്യല്ല, പലപ്പോഴും വീടുകളിൽ നിന്നാണ് അച്ഛനമ്മോരെ പറയുന്നത് വേണ്ട കേട്ടോ അതിൽ പങ്കെടുക്കണ്ട എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഒരു മാറ്റം വരേണ്ട ഒരു തലം എന്ന് പറയുന്നത് വീടുകളാണ്. വീടുകളിൽ നമ്മുടെ കുട്ടികളെ ചെയ്യുന്നതിൽ, അവരെ ഗൈഡ് ചെയ്യുന്നതിൽ വീടുകളിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണം, പ്രധാനമായിട്ടും ഒരു മാറ്റം ഉണ്ടാവണം. സാറേ, ഈ അസോസിയേഷനുകളുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ വലിയ പങ്കുണ്ടല്ലോ ഈ കാര്യത്തിൽ. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്കും പങ്കുണ്ട്, അവർക്കും പങ്കുണ്ടെന്നാ പറയാൻ പറ്റുക. അതല്ല, നമ്മൾ ഈ പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബ സംവിധാനമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കുട്ടികൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം ഒരു തരം ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ കുറവാണല്ലോ. അതെ, ആ ഒരു കുറവ് നികത്തിക്കൊണ്ട് ഇപ്പൊ കേരളത്തിന്റെ പല ഭാഗത്തും കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾ അതിലേക്കൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഒരു ലീഡ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവരെ അവിടെ പങ്കെടുപ്പിക്കണമെങ്കിൽ പോലും വീടുകളിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം വലിയൊരു ഘടകമാണ്. ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും കുട്ടിക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന പാരന്റ്സ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ വളരെ ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഏറ്റവും മാർക്ക് വാങ്ങുന്ന കുട്ടിയല്ല ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു സിറ്റിസൺ ആവുന്ന, അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാവുന്നു. അപ്പൊ അതിന് വേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആകെ തുകയാണ്. പലപ്പോഴും ചില സ്കൂളുകളിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ക്ലാസ് ലീഡറെ തെരഞ്ഞെടുക്കുന്നത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്, എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതാവരുത്. അപ്പൊ അതിലൊക്കെ ഒരു മാറ്റം വരണം. നമ്മള് താങ്ക് യു സോ മച്ച്. കുട്ടികളെ, നിങ്ങൾ ഇപ്പൊ പഠിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലീഡർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്രൈസിസ് മാനേജ്മെന്റ്. എന്തൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചാലും പല സമയത്തും പലതും മാറി മാറി വരും. അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എനിവേ, അതിന് വേണ്ട പഠിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ അവിടെ ഇല്ല, ഒരു ഇഷ്യൂ വന്നു, ഉടനെ തന്നെ നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് എന്റെ എനിക്ക് പകരം കയറാനുള്ള. നമ്മുടെ ജീവിതത്തിൽ ഒരു ലീഡറായിട്ട് വലുതായിട്ട് വരണമെങ്കിൽ എനിക്ക് ഒരു മിനിറ്റ്, എനിക്ക് ഇതിന്റെ വോയിസ് ചാറ്റ് കിട്ടില്ല, ടൈപ്പ് ചെയ്ത ചാറ്റ് കിട്ടുന്നില്ല. അതിന് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണോ? വന്നു. ഓക്കെ, അപ്പൊ എന്റെ ഫൈൻ എന്റെ അമ്മേ. ഓക്കെ ഓക്കെ, ശരി, എനിക്കത് മാറ്റണം ചാറ്റ്. ഓക്കെ ഓക്കെ, ഹായ് സാർ, ഹായ് മുത്തേ, വാ. ശരി, അപ്പൊ വന്നല്ലോ വനമാല. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇവിടെ പറഞ്ഞു വന്നത് ആരാണ് ലീഡർ എന്നുള്ളതും, ഇപ്പൊ രണ്ടാമത് പഠിച്ചത് ഒരു ക്രൈസിസ് നമ്മൾ എത്രയൊക്കെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വന്നാലും എന്തെങ്കിലുമൊക്കെ വഴിയിൽ സംഭവിക്കാമെന്നും ആ സമയത്ത് നല്ല സുഹൃത്തുക്കളും നല്ല ടീം മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമെന്നുള്ളത്. ഇതില് ഞാന് എന്തുകൊണ്ടാണ് നിങ്ങൾ ലീഡറിനെ എടുത്തപ്പം നിങ്ങൾ കുറെ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞു, ദീസ് ആർ മൈ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. നമുക്ക് ഒരു കാര്യം ചെയ്യാവുന്നത്, പേനയും പേപ്പറും ഉണ്ടെന്ന് എനിക്കറിയാം. റൈറ്റ് വൺ quality which you are really looking at developing in you. നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയൊരു ക്വാളിറ്റി എടുക്കുക, ഒന്ന് എഴുതുക. നല്ലൊരു ക്വാളിറ്റി അതിലേക്ക് എഴുതുക. എനിക്ക് വോയിസ് ചാറ്റ് ഇടുവോ? നിങ്ങൾ ഇതില് ചാറ്റ് അല്ല വേണ്ട, നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളത് ഇതിൽ ചാറ്റ് അല്ല ഞാൻ ചോദിക്കുന്നത്, ചാറ്റിൽ എഴുതിയിട്ടുണ്ട്. ഗുഡ്. നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ പേപ്പറിൽ, നിങ്ങൾക്ക് ഒരു പേനയും പേപ്പറും ഉണ്ടായിരുന്നിരിക്കണം. അതിൽ നിങ്ങൾ ഒന്ന് എഴുതുക ദി ലീഡർഷിപ്പ് സ്കിൽസ്. നമുക്ക് ഒരുപാട് ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ട്. ഒരു വലിയ ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റിയോ അല്ലെങ്കിൽ ക്രൈസിസ് മാനേജ്മെന്റോ. ഇതിൽ ഏറ്റവും നല്ലൊരു ലീഡർക്ക് വേണ്ട ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് ടു ടേക്ക് ദ റൈറ്റ് ഡിസിഷൻസ് എന്നുള്ളതാണ്. റൈറ്റ് ഡിസിഷൻസ്. ആ റൈറ്റ് ഡിസിഷൻസിന്റെ അതിനെ കുറിച്ച് തന്നെ ഒരു ചോദ്യം ഉണ്ട്, ലൈക്ക് ഒരു സെഷൻ തന്നെ ഉണ്ട് ലീഡർഷിപ്പ്
ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത്. ഒരു വൺ സെഷൻ ഇസ് ഓൺ റൈറ്റ് ഡിസിഷൻ, ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻ. ഇന്ന് today I am what I am because of the decisions I took yesterday. Yes, today I am what I am because of the decisions I took yesterday. ഞാൻ ഇന്ന് ആയിരിക്കുന്നത് ഇന്നലെകളിൽ എടുത്തിട്ടുള്ള ഡിസിഷൻസ് കൊണ്ടാണ്. Tomorrow I will be what I will be because of the decisions I take today. ഇന്ന് ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ചാണ്. ഇന്ന് ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് ഇന്നലെകളിൽ എടുത്ത ഡിസിഷനാണ്. നാളെയിൽ ഞാൻ എന്താവും എന്നുള്ളത് ഇന്ന് ഞാൻ എടുക്കുന്ന ഡിസിഷനാണ്. ആരോ പറഞ്ഞ പോലെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നല്ലല്ലോ എന്റെ ഹാപ്പി ബർത്ത്ഡേ ടു യു ബിക്കോസ് ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ അടുത്ത ജീവിതത്തില് ഇനിയുള്ള ഈ ലോകത്തുള്ള ജീവിതത്തില് ആദ്യത്തെ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ. ഇവിടെ എന്നിൽ ഞാൻ ഡെവലപ്പ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താ? ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ എവല്യൂഷൻ നമ്മൾ നോക്കി വരുമ്പോൾ ഫസ്റ്റ് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാം. ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു, ഞാൻ ഒരു കോളേജ് നടത്തുകയാണ്, ഒരു MBA കോളേജാണ് നടത്തുന്നത്. MBA കോളേജ് നടത്തുമ്പോൾ ഇവിടെ പ്ലേസ്മെന്റ് ഒരുപാട് വരാറുണ്ട്. ഒരുപാട് കമ്പനികൾ വന്ന് കുട്ടികൾ എടുത്തിട്ട് പോകും. അവര് വരുമ്പം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇത്രയേ ഉള്ളൂ, വൈ ഷുഡ് ഐ സെലക്ട്? എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ എടുക്കണം? ഞാൻ MBA പാസ്സായി. ഹലോ, ആ വെളിയിൽ നിൽക്കുന്ന എത്രയോ ആൾക്കാര് അവരെല്ലാരും MBA പാസ്സായി. അല്ല, ഞാൻ MBA പഠിച്ചു പാസ്സായി. ഹലോ, അവരെല്ലാരും പഠിച്ചു പാസ്സായി. അപ്പം പഠിച്ചു പാസ്സായി എന്ന് പറയുമ്പം നമ്മളും ബാക്കിയുള്ളവരെ പോലെ തന്നെ ആയി എന്നുള്ളത് മാത്രം. എന്താണ് വേണ്ടത്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അതുക്കും മേലെ എന്തെങ്കിലും വേണം. എന്താണ്? അതാണ് ലീഡർഷിപ്പ് സ്കിൽസ്. ഞാൻ ഇന്നലെ എന്റെ അഡ്മിഷന് വന്ന് ഇന്നിപ്പോ കുറച്ചു പേര് കേരളത്തിന് പുറത്തുണ്ട്. അവരോടൊക്കെ ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇന്റർവ്യൂവിൽ സൗണ്ട് കുറവാന്ന് പറഞ്ഞു, ഞാൻ അതുകൊണ്ടാണ് മൈക്ക് ഇച്ചിരി അടുപ്പിച്ച് വെച്ചത്. ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഹാവ് യു ഡൺ അതർ ദാൻ സ്റ്റഡീസ്? പഠിച്ചുകൊണ്ടാണല്ലോ പാസ്സായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളത് നോക്കുക വേണ്ട, അത് പഠിച്ചോളൂ, പാസ്സായിക്കോളൂ. അതിന് വേറെ അതൊരു ഇതുമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചിക്കൻ ആയിരിക്കും. ചിക്കൻ മാത്രം പുഴുകി തിന്നാൽ മതിയാവുമോ? തിന്നുവോ? ഇല്ലല്ലോ. അതിന് മസാല എല്ലാം വേണം. അപ്പൊ മസാല മാത്രം മതിയില്ലേ, ചിക്കൻ വേണ്ടാലേ? അയ്യോ അല്ല, ചിക്കൻ ഇല്ലാതെ പിന്നെ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാവുന്നത്? അതുകൊണ്ട് ചിക്കൻ വേണം എന്നുള്ളത് ഏറ്റവും നിർബന്ധം. അതിന്റെ കൂടെ ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്താലേ ചിക്കൻ ആവുള്ളൂ. അല്ലെങ്കിൽ നോബഡി വോണ്ട്സ് ചിക്കൻ. പട്ടി പോലും തിന്നുകയല്ല വെറുതെ പുഴുങ്ങി കൊടുത്താല്. ഹലോ, ഇതേപോലെ ഞാൻ പഠിച്ച് പാസ്സാവണം. പാസ്സാവാതെ എനിക്ക് നിവൃത്തിയില്ല. പക്ഷെ പഠിച്ച് പാസ്സായാൽ മാത്രം പോരാ, അതുക്കും മേലെ വേറെ കുറേ മസാലാസ് ബാക്കിയുള്ളത് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ലീഡർഷിപ്പ് സ്കിൽസ്. ഇവിടെ ആദ്യം നമ്മുടെ കമ്മ്യൂണിറ്റി നോക്കിയിരുന്ന ഭാഗം എന്ന് പറയുന്നത്, മോൻ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് എത്ര മിടുക്കരാണ്. അത് നമ്മുടെ കരിയറിലൊക്കെ നമ്മുടെ പേരൻസിന് ഒരുപാട് സേ ഉണ്ട് കേട്ടോ, ഇല്ലാതിരിക്കാൻ നിവൃത്തിയില്ല. ആരോ പറഞ്ഞ പോലെ എനിക്കും എന്റെ അച്ഛനെ പോലെ ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. അതിന് നിന്റെ അച്ഛൻ ഡോക്ടറാണോ? അല്ല, അച്ഛന്റെ ആഗ്രഹവും ഡോക്ടർ ആവണം എന്നായിരുന്നു. അപ്പം അവരെന്തുകൊണ്ട് നമ്മളോട് ഡോക്ടർ ആവണമെന്ന് പറയാൻ കാര്യം ചിലപ്പോൾ അവർക്ക് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് പറ്റാഞ്ഞിട്ടായിരിക്കും. എനിവേ, ദ പോയിന്റ് ഹിയർ ഐ എം ടെല്ലിങ് ഇസ്, അന്നൊക്കെ പറഞ്ഞിരുന്നത് ഞാൻ ഐ ഷുഡ് ബി സ്മാർട്ട്, ഐ ഷുഡ് ബി നോളജ്ഡ്, ഐ ഷുഡ് ബി ഐ എന്നായിരുന്നു വന്നിരുന്നത്. പിന്നെ വന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു ടീമില് എങ്ങനെ ചേർന്ന് പോന്നു എന്നുള്ളതാണ്. ഒരു ടീമിൽ എങ്ങനെ ചേർന്ന് പോന്നു എന്നുള്ളതാണ്. ടീമിൽ എങ്ങനെ ചേർന്ന് പോന്നു എന്ന് അറിയാൻ ഇന്റർവ്യൂല് സെലക്ഷനിലെ ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെ ചേർന്നു. ഞാൻ ഒരുപാട് വർത്താനം പറയും, ഞാൻ ഒരുത്തനെ വർത്താനം സമ്മതിപ്പിക്കില്ല, അതൊന്നും വേണ്ട. ഇത് ഇന്ന് ബോസ് മാനേജറോട് ചോദിച്ചു, ഡോ മാനേജറെ എന്താ ഔട്ട്പുട്ട് ഒന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചു. ബോസിനോട് പറഞ്ഞു, സാർ എനിക്ക് 3 കഴുതകളല്ലേ തന്നിട്ടുള്ളത്, ഈ 3 കഴുതകളെ വെച്ചിട്ടല്ലേ ഞാൻ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടത്. ബോസ് ചോദിച്ചു, ഞാൻ 4 കഴുതകളെ വെച്ച് വർക്ക് ചെയ്യുന്നില്ലേ? ആരാണ് ആ 4ാമത്തെ കഴുതാന്നല്ലേ? അത് തന്നെയാണ് നമ്മൾ എങ്ങനത്തെ സിറ്റുവേഷനിൽ വന്നാലും ചേർന്ന് പോകുക എന്നുള്ളതായിരുന്നു 2ാമത്തെ കാര്യം.
ടു ടെൽ യു, ആദ്യം ഇൻഡിവിജ്വൽ ആയിരുന്നു, പിന്നീട് ടീം പ്ലെയർ എന്നാണ്. ടീം പ്ലെയർ എന്ന് പറയുമ്പോൾ അവർ നോക്കുന്ന ഒരു ചോദ്യത്രേ ഉള്ളൂ, ലൈക്ക് ഹൗ വെൽ ക്യാൻ യു ജെൽ വെൽ വിത്ത് അതേഴ്സ്, ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെ ചേർന്ന് പോകാം എന്നുള്ളതാണ് ചോദ്യം. അപ്പം പണ്ടൊക്കെ റാങ്ക് ഹോൾഡേഴ്സിനെ എടുക്കുന്ന സെലക്ഷൻ നോക്കൂ, ഫസ്റ്റ് റാങ്ക് ഹോൾഡറിനെ ആദ്യത്തെ കമ്പനി എടുത്തിട്ട് പോയി, രണ്ടാമത്തെ അടുത്തത്. ഇത് മാറി മാറി വന്ന് ഇന്നിപ്പോ പറയുന്നത് ബാക്കിയുള്ളവരുമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചേർന്ന് പോകാം എന്ന് നോക്കിയിട്ടായിരുന്നു. ഒരു ടീം പ്ലെയർ എന്നുള്ള നിലയ്ക്കായിരുന്നു രണ്ടാമത്തെ സെലക്ഷൻ ക്രൈറ്റീരിയ വന്നത്. പക്ഷെ ഇപ്പോഴും സോ സോറി, നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ടീച്ചർമാരോ ഒക്കെ ഇപ്പോഴും ഒന്നിൽ തന്നെയാണ് നിൽക്കുന്നത്, നീ മിടുക്കനാണോ എന്നല്ല. അത് അന്തക്കാലം. ഇപ്പം ടീമില് നീ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഒറ്റയ്ക്ക് ആയിക്കോട്ടെ, പക്ഷെ വേണ്ട, താങ്ക് യു. പക്ഷേ ഇന്ന് അതും മാറി. കാരണം കാലം മാറുന്നതനുസരിച്ച് പട്ടിയുടെ വാല് 12 കാലം കുഴലിട്ടാലും പണ്ട് പറഞ്ഞിരുന്നത് വാല് നീരില്ലായിരുന്നു എന്നാണ്. ഇന്ന് പറയുന്നത് കുഴലും കൂടെ വളയും എന്നാണ്. കാലം മാറി. ഇന്ന് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ വേണ്ട, ഇന്ന് ടീം പ്ലേയേഴ്സിനെ വേണ്ട, ഇന്ന് വേണ്ടത് ടീം ലീഡേഴ്സിനെയാണ് വേണ്ടത്. ഇവിടെ ഞാൻ എടുക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവാണ്. ഒന്ന്, ഒരു ക്വാളിറ്റി ഐ ഹാവ് ടു ഡെവലപ്പ്, 1 or 2 ക്വാളിറ്റി എഴുതിയിട്ടുണ്ടാവണം നിങ്ങൾ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാനത് PPT അത് ചെയ്തായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഐ വിൽ ഡു ടു ഗെയിൻ ദാറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റി. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെയാണ് എന്റെ സ്റ്റെപ്സ്? ഫോർ എക്സാമ്പിൾ എനിക്ക് പറയണം എന്നൊക്കെ ഉണ്ട്, എനിക്ക് കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണെങ്കിൽ എനിക്ക് എന്റെ സ്ക്രീൻ ഒന്ന് കാണാവൂ. ഇപ്പം ടൈപ്പ് ചെയ്യല്ലേ, എനിക്കിതെല്ലാം ഓക്കെ ശരി. ഇങ്ങനെ വരുമ്പോ എങ്ങനെയാ പോണെന്ന് എനിക്ക് കാണുന്നില്ല, അതുകൊണ്ട് ചാറ്റ് ഈസ് ഡിസേബിൾഡ് നൗ. എന്തെങ്കിലും പറയുന്ന സമയത്ത്, കാരണം എന്താ വെച്ചാൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇത് ഡിസേബിൾ ചെയ്യാൻ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടെ. ആയിക്കോട്ടെ. അപ്പൊ പറയുന്ന സമയത്ത് എനേബിൾ ചെയ്യാം. താങ്ക് യു. ഇപ്പം എഴുതിയാൽ മതി. ഒന്ന്, നിങ്ങളുടെ എന്താണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ലീഡർഷിപ്പ് സ്കിൽ എന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 or 2. 2, അതിനുള്ള സ്റ്റെപ്സ് എന്താണ്? ഫോർ എക്സാമ്പിൾ, എനിക്കിങ്ങനെ പറയണമെന്ന് വരുന്നു, പക്ഷെ എനിക്ക് കിട്ടില്ല, തുപ്പിക്കളയെന്ന് പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം കാര്യങ്ങള്? പ്രോബബ്ലി ഒരു ചോദ്യം ചോദിക്കുന്ന ഉടനെ ഞാൻ കയറി ഉത്തരം പറയും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ യെസ് പറയും, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നവിടെ ഞാൻ പറയും, അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഞാൻ കയറി എന്റെ അഭിപ്രായം പറയും, ഹലോ, എന്തെങ്കിലും ഞാൻ ചെയ്യും. മഹാമടിയാ ഞാൻ. അതാ എന്റെ കുഴപ്പം. എനിക്ക് മൊത്തം മടിയാ. മടി മാറ്റാൻ മൊത്തം കൂടെ ഒന്നും മാറ്റാൻ പറ്റില്ല, പക്ഷെ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്തൊക്കെ ചെയ്യും? നന്നായിട്ട് ഉറങ്ങും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അതല്ല, എന്തെങ്കിലും ഞാൻ മടി പിടിച്ചിട്ട്, എനിക്ക് മടിയൊക്കെ തന്നെയാണ്, പക്ഷെ അത്ര മടിയില്ലാത്ത ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യും. അത് ചെയ്തു വരുമ്പോ എന്താ വെച്ചാൽ നമുക്കൊരു ഹാബിറ്റ് ആവും. നമ്മൾ അടുത്തതും കൂടെ ചെയ്യാൻ തുടങ്ങും. എപ്പോഴും പറയുന്നൊരു വാക്കാ, വിന്നിങ് ഈസ് എ ഹാബിറ്റ്. ഇതില് മാനേജ്മെന്റില് വലിയൊരു വാക്കെന്ന് പറയുന്നത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആണ്. ഒരു കാര്യം ഞാൻ ചെയ്തു കഴിയുമ്പം എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം, യെസ്. അപ്പം ഞാൻ നെക്സ്റ്റ് കാര്യം ചെയ്യും. നെക്സ്റ്റ് കാര്യം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ കിട്ടും. അപ്പൊ ഞാൻ അടുത്ത കാര്യം ചെയ്യും. ഇങ്ങനെ ആരോ ചോദിച്ച പോലെ എങ്ങനെയാ ലണ്ടനിലേക്ക് പോകണം വെച്ചപ്പം, അത് പഴയൊരു പോയമാണ്. 1 foot up and 1 foot down, that's the way to London town. ഒരു കാലം മുമ്പോട്ടും 1 foot up and 1 foot down, that's the way to London town. നമ്മൾ ചെയ്യാൻ പോണത് ചെറിയ സ്റ്റെപ്സ് എടുത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്റെ മടി മാറ്റാൻ ഉള്ളത്, ഞാൻ എന്തെങ്കിലും മടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനങ്ങ് മാറ്റും. കുറച്ചെണ്ണം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതും കയറിപ്പോവും.
നേരത്തെ പറയുണ്ടായി. ഞാൻ ഐ വാസ് വെരി നോർമൽ എന്ന് വെച്ചാൽ ഇപ്പോഴും നോർമലൊക്കെ തന്നെയാണ്. എന്നല്ല എന്ന് പലരും പറയാറുണ്ട്, അബ്നോർമൽ ആണെന്ന് പറയാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാം, ലൈക്ക് ഞാൻ ഐ യൂസ് ടു ലൈക്ക് ബി എ നോർമൽ ബോയ്. ആൻഡ് ദെൻ ഞാൻ JC-യിൽ വന്നു. ഞാൻ കുറച്ച് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങി. മക്കളെ, എന്റെ ഒരു വലിയൊരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. ഞാൻ കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയത് ആ ഓഡിറ്റോറിയത്തിനെയാണ്, ആ ഓഡിറ്റോറിയത്തിന്റെ സ്റ്റേജിനെയാണ്. സ്റ്റേജ് നിന്നെ എനിക്കൊന്ന് കീഴ്പ്പെടുത്താൻ പറ്റിയില്ലല്ലോ എന്ന വിഷമം കൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. എന്ന് വെച്ചാൽ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല എന്നൊന്നുമല്ല കേട്ടോ. ഫുൾ ടൈം സ്റ്റേജിലാണ്. തലേദിവസം കട്ടൻ കെട്ടാനും തെർമോക്കോൾ കുത്താനും ഒക്കെ ഞാനുണ്ട്. പക്ഷെ ആൾക്കാർ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്റെ മുട്ടിടിക്കും. ഞാനാണ് ഇപ്പൊ അതേ എത്ര പേരുണ്ടെന്നറിയില്ല, 1000 പേരോളം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും 600 പേരുടെ മുകളിലുണ്ട്. ഇത്രയും പേരോട് എനിക്ക് നിങ്ങളെ കാണുപോലും ചെയ്യാതെ വളവളാന്ന് വർത്താനം പറയും. എങ്ങനെയാണ് ചെയ്ത് ഒരു ചെറിയ, ആദ്യം ഞാൻ സ്കൂളുകളിൽ കൊച്ചു പിള്ളേരെ പോയി പഠിപ്പിച്ചേ. പിന്നെ നെക്സ്റ്റ് ലെവലില് കേറി ഇന്ന് പറഞ്ഞ പോലെ ഞാൻ ലോകത്ത് പലരുടെയും ആർക്കും എന്തും എടുക്കും എന്ന് പറഞ്ഞ പോലെ, എന്താ കഴിക്കോ എന്തും കഴിക്കും എന്ന് പറഞ്ഞ പോലെ, എന്താ എടുക്കും എന്തും എടുക്കുന്നുള്ള ലെവലിലൊക്കെ ഇച്ചിരി കുറച്ചോട്ടോ. കഴിച്ചത് രാവിലെ പുട്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതില് പറയാൻ വന്ന കാര്യം, നമ്മൾ ചെയ്യാനുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷനാണ്. ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഗിന്നസ് റെക്കോർഡൊന്നും ആലോചിച്ചിരുന്നില്ല. അത് ആരോ പറഞ്ഞു തള്ളി ഞാൻ ചെയ്തു കഴിഞ്ഞപ്പം എനിക്ക് ആഗ്രഹം അടുത്തത് എന്താ, എന്തെങ്കിലും ചെയ്യണമല്ലോ. എന്റെ വയസ്സ് 49, കിളവന, പഴയ മോഡലാ. അപ്പൊ ബാക്കി അവിടെ ഇരിക്കുന്നവരൊക്കെ നല്ല ചുള്ളൻ ചെക്കന്മാരാണ്. അപ്പം ഞാൻ പിന്നെ ഓർത്തത്, ഓക്കെ, നെക്സ്റ്റ് ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞത് ഞാൻ എടുത്തിരുന്നത്, ഈ കോവിഡ് കാരണം പോകാൻ പറ്റാതിരുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ആയിരുന്നു. തള്ളലാണ്, പുട്ടാണ് രാവിലെ കഴിച്ചത്. അപ്പം പറയാൻ വന്നത്, അത് എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് അഗസ്ത്യാർകൂടം കയറി. പറയാൻ വന്നത്, നമ്മൾ എന്തെങ്കിലും ഒരെണ്ണം ചെയ്ത് കഴിയുമ്പം നെക്സ്റ്റ് ലെവല് നമ്മൾ അറിയാതെ കയറിപ്പോ. വിന്നിങ് ആസ് എ ഹാബിറ്റ്. അപ്പം ഇവിടെ പറയാൻ വന്നത്, നമ്മൾ എഴുതിയ ഒരു കാര്യം, സ്റ്റെപ്സ് ടു ബിൽഡ് യുവർ ലീഡർഷിപ്പ്. വേണം എന്ന് പറഞ്ഞ കാര്യത്തില് ഇപ്പം പങ്ക്ച്വാലിറ്റി ഇല്ല എന്നുള്ളതാണ് എന്റെ കാര്യം. എന്റെ ജീവിതത്തിൽ പങ്ക്ച്വാലിറ്റി ഉണ്ട് എങ്കിൽ കുറച്ച് കാര്യങ്ങൾ, 5-6 കാര്യങ്ങൾ. രാവിലെ കറക്റ്റ് ടൈമിൽ എണീക്കും, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കും, കറക്റ്റ് ടൈമിന് കിടന്നുറങ്ങും, കറക്റ്റ് ടൈമിന് TV കാണും. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും കറക്റ്റ് ടൈമിൽ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ട് കറക്റ്റ് ടൈം തന്നെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ടൈമിന്റെ ആണെങ്കിൽ ഡിസിഷൻ എടുക്കാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് എന്ത് ടെൻഷനാണെന്നറിയോ? ഒരു തീരുമാനം എടുക്കാവുന്ന ചെറിയ തീരുമാനം എടുക്കും. ഹോട്ടലിൽ പോയി എന്താ കഴിക്കേണ്ടത്, എടാ നീ എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ, എനിക്കും കൂടെ ഓർഡർ ചെയ്തോളൂ എന്നല്ല. എനിക്ക് വേണ്ടത് ചിക്കൻ 65 ആണ് എങ്കിൽ ചിക്കൻ 65 ആണ്. വേണ്ട എനിക്ക് ഗോബി മഞ്ചൂരിയൻ, എനിക്കെല്ലാം മന്തിയാണ്, അല്ല കുഴിമന്തി കിട്ടോ. ഓക്കെ, എനിക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് ഞാൻ തന്നെ പറയും. രാവിലെ ചെന്നിട്ട് അമ്മ ഞാൻ ഈ ചുരിദാർ ഇടണോ എന്ന് ചോദിക്കില്ല. ഞാൻ ഒരു ചുരിദാർ എടുത്തങ്ങോട്ട് ഇടും. ഞാൻ എന്റേതായ തീരുമാനങ്ങൾ എടുക്കും. ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുത്തോളൂ. ആൻഡ് ഇറ്റ് ഗോസ് അപ്പ്. രണ്ടാമത്തെ പോയിന്റ് അതാണ് നിങ്ങൾ ചെയ്യാനുള്ള, നിങ്ങൾ ആ ലീഡർഷിപ്പ് വളരാനുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഒന്ന് എഴുതുക എന്നുള്ളതാണ്. റൈറ്റ് ഫ്യൂ സ്റ്റെപ്സ്. അത് മ്യൂട്ട് ചെയ്തു. എഴുതി കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. ചാറ്റ് എനേബിൾ ചെയ്യണോ? വേണ്ട. അവരുടെ പേപ്പറിൽ എഴുതിയാൽ മതി. ശരി, എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഥവാ എഴുതി കഴിഞ്ഞിട്ടില്ലേല് അത് ഈ ക്ലാസ് കഴിയുമ്പോ തന്നെ എഴുതുക, അവിടെ നിന്ന് ആ കസേരയിൽ എഴുന്നേക്കുന്നതിന് മുമ്പ്. ഇല്ലെങ്കിൽ നാളെ നീളെ. യെസ്. ഇനിയാണ് അടുത്തൊരു 3ാമത്തെ പോയിന്റ് എഴുതാൻ പോകുന്നത്. നമ്മള് ആ കാര്യം ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് സമയം അങ്ങോട്ട് മാറ്റിവെക്കുക. ഒരു 15 മിനിറ്റോ അരമണിക്കൂറോ എത്രയെങ്കിലും ആ മാറ്റി വെച്ച കാര്യങ്ങൾ മാത്രം വെക്കാൻ വേണ്ടിട്ട്. എനിക്ക് ലീഡർഷിപ്പില് എനിക്ക് പോകാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ എന്തൊക്കെയാണ് ടെൻഷന്റെ സ്റ്റെപ്സ് ഞാൻ മാറ്റാനുള്ളത്? ഒരു സ്റ്റെപ്പ് ഇതാണ്. എന്താന്നോ, എനിക്ക് ടെൻഷൻ വരുന്നോണ്ടേ, അതെ, വൈകുന്നേരം 7 മുതൽ 8 വരെയാണ് ഞാൻ ഈ മാറ്റി വെച്ച സമയത്ത്. അപ്പൊ ടെൻഷൻ അവിടേക്ക് കൊണ്ടുപോവാം. നമുക്ക്
അല്ലെങ്കിൽ ആ 7 തൊട്ട് 8 വരെ ഞാൻ മാറ്റിവെച്ച ഞാൻ മടി കാരണം കൊണ്ടോ അല്ലെങ്കിൽ എന്താണോ മാറ്റി വെച്ചത്, അല്ലെ പബ്ലിക് സ്പീക്കിംഗ് ആണില്ലെങ്കിൽ എനിക്കൊരു എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ ഞാൻ ആ സമയത്തേക്ക്, അതിപ്പോ രാത്രി തന്നെ ആവണമെന്നില്ല, ഇപ്പൊ പകല് എല്ലാവരും കൂടെ കിട്ടുമ്പോഴായിരിക്കും വാട്ടെവർ ഒരു ടൈം സ്ലോട്ട് നമ്മളൊന്ന് എഴുതുക, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ആയിരിക്കും ഞാൻ അതിനുവേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് ടൈം വെക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ അങ്ങനെ പോയി ലോക്ക്ഡൌൺ കഴിയുമ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കും. എഴുതി കഴിഞ്ഞിട്ടുണ്ടാവണം. അടുത്തത്, ഞാന് അടുത്ത ഒരു ആഴ്ച ഒരു 5 or 7 ദിവസം ഇതങ്ങട് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് എന്റെ ആ 1 or 2 ലീഡർഷിപ്പ് സ്കില്ല് ഞാനൊന്ന് ഡെവലപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. എങ്കിൽ എന്ത് സംഭവിക്കും? എന്നെ ഡെവലപ്പ് ചെയ്യും. അല്ല, ഞാൻ എന്നെ തന്നെ ഒന്ന് റിവാർഡ് ചെയ്യും. എന്തിനാന്നോ? നമുക്ക് ഒരുപാട് പ്രോത്സാഹനങ്ങളും ഒരുപാട് അഭിനന്ദനങ്ങളും ബാക്കി എല്ലാം തന്നിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ സോറി ആരുമില്ല. പ്രോബബ്ലി നമ്മുടെ അച്ഛനും അമ്മയും പോലും അതിനെ അത്ര ഒരു സീരിയസ്നെസ്സോടുകൂടി കാണണമെന്നില്ല. അമ്മ, ഞാനേ 4 ദിവസമായിട്ട് 5 ദിവസമായിട്ട് രാവിലെ എണീറ്റപ്പോ കിടക്ക വിരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. അയ്യാ, ഞാനേ ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ചെയ്യുന്നത്, എന്നെ കുറിച്ച് ആരും നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മള് ഒരെണ്ണം പറയുമ്പോ അതേ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറുപടി അവർ നമുക്ക് കിട്ടണില്ല. കാരണം എന്താണെന്നറിയോ? അവർ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വി നീഡ് ടു റിവാർഡ് അവർ സെൽഫ്. വി നീഡ് ടു റിവാർഡ് അവർ സെൽഫ്. ഹൗ ഡു വി റിവാർഡ് അവർ സെൽഫ്? എങ്ങനെ വേണമെങ്കിലും ഒന്നുകിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം ആവാം, ഇല്ല ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ആവാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുന്നതാവാം, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിക്കുകയാവാം, എന്ത് വേണമെങ്കിലും ആവാം. എങ്ങനെയാണ് ഈ കാര്യം 5 അല്ലെങ്കിൽ ഒരു 7 ദിവസത്തേക്ക് എടുത്ത് ഒരു 7 ദിവസം കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്താൽ ഞാൻ എൻ്റെ ഈ ലീഡർഷിപ്പ് സ്കില്ല്, ആ 1 or 2 ലീഡർഷിപ്പ് സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത് ഒന്ന് എഴുതുക. എഴുതിയല്ലോ? അങ്ങനെ 5 or 7 ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മുടെ കൺട്രോളിൽ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ആയി. അത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഒരെണ്ണം എടുക്കാൻ തോന്നും. അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ലീഡർഷിപ്പ് സ്കിൽസ് നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, മുകളിലേക്ക് പോകാൻ പറ്റും. അത് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, എനിക്ക് ചാറ്റ് ഒന്ന് എനേബിൾ ചെയ്യാവോ? ചാറ്റ് ഒന്ന് എനേബിൾ ചെയ്യാം. ഇത് തുടക്കത്തിൽ പറഞ്ഞപ്പോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ലീഡേഴ്സ് ആർ എന്താ പറയാ, ബോൺ ഓർ ഡെവലപ്ഡ് എന്ന്. Yes, chat is enabled. Chat is enabled. അപ്പൊ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഡെവലപ്ഡ് ആണ് അല്ലെ? കുറെ ഹീ ആണല്ലോ വരുന്നത്. ഹലോ, ചാറ്റ് എനേബിൾഡ് ചെയ്തെന്നുള്ളതിന് ഹായ് അയക്കുന്നതായിരിക്കാം. അതാണോ? ശരി, സമ്മതിച്ചു. എന്റെ ചോദ്യം അതല്ല, ലീഡേഴ്സ് ആർ ബോൺ ആണോ ഡെവലപ്ഡ് ആണോ എന്നുള്ളതാണ്. ഓക്കെ, മതി. എനിക്ക് ഇത്ര നേരമായിട്ട് ഒരൊറ്റ ആള് പോലും ബോൺ എന്ന് എഴുതിയിട്ടില്ല. എല്ലാരും എഴുതിയിട്ടുള്ളത് ഡെവലപ്ഡ് എന്ന് തന്നെയാണ്. ഒരാൾ ഇതേ ബോൺ എന്ന് എഴുതി. അത്രയ്ക്കായി ഒരു ക്രിയേറ്റീവ് ആയിട്ട്. ഇത് രണ്ടാമത്തെ ആള് നോട്ട് ബോൺ ആണല്ലേ? ഓക്കെ, ശരി, മതി. ലീഡർഷിപ്പ് സ്കിൽസ് എന്ന് പറയുന്ന സ്കിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങളാണ്. ഇറ്റ്സ് എ സ്കിൽ. ബോൺ അല്ല മോനെ, ബോൺ അല്ല. നമ്മള് ഓടാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ
എനിക്ക് വൈകല്യങ്ങൾ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലാത്ത എല്ലാ കാര്യങ്ങളും, വൈകല്യങ്ങൾ പോലും നിങ്ങൾക്കറിയാം. വൈകല്യങ്ങൾ വന്നിട്ട് നമ്മള് നല്ല രീതിയിൽ എന്താ പറയാ ഓടി മുകളിലേക്ക് കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ വൈകല്യങ്ങളുള്ള ആൾക്കാർ പോലും ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആരോ പറഞ്ഞതുപോലെ, ആരുടെയാ, സൈക്കിൾ അഗർബത്തിയുടെ അല്ലേ, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ബോണാണ്, അത് ജന്മനാ കിട്ടേണ്ടതായിരുന്നു, എനിക്ക് ജന്മനാ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് നമുക്കൊരു ഒരു ഒരു ഒഴിവ് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ then you can say it as born or I have to develop. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഡിഗ്രി കഴിയുന്നത് വരെ ഞാനൊരു ക്ലാസ് എടുക്കുകയോ പ്രസംഗിക്കുകയോ ഒന്നും ചെയ്യാത്തിരുന്ന ഒരാളാണ്. അത് ഒന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കയറിപ്പോയത്. മക്കളെ, ഞാന് ലീഡർഷിപ്പ് അല്ല, പക്ഷെ എൻ്റെ ഒരു ടോപ്പിക് ഇത്, നിങ്ങളിത് പറഞ്ഞോടുകൂടി ഞാനൊന്ന് വരികയാണ്. ഞാന് ഓക്കെ, ഞാൻ ലീഡർ ഇതൊന്ന് ഇത് ചെയ്യാം, പോസ് ചെയ്യാം, ചാറ്റ് ഒന്ന് പോസ് ചെയ്യാം. അതില് ഞാന് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ട്, ഇതിപ്പോ 10ാം ക്ലാസ് 9ഉം 10ഉം 11ഉം 12ഉം ഒക്കെ പിള്ളേരാകുമ്പോ പറയാം, എന്റെ ലൈഫാ. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് ചോദിച്ചു, വീട്ടിൽ നിന്ന് എന്നോടൊന്നും ചോദിച്ചില്ല, അമ്മ അപ്പനോട് ചോദിച്ചു, എന്താ അവന് ഇനിയും പരിപാടി. അന്ന് പ്രീ ഡിഗ്രിയാണ്. അപ്പം പറഞ്ഞു 3rd ഉം 4th ഒന്നും വേണ്ട, പിന്നെ 1st ഉം 2nd ഉള്ള, 1st മാത്സ് 2nd ബയോളജി, ഇതിലേതാ എടുക്കണ്ടേ എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്കൊക്കെ ഇതിനെക്കാട്ടിലും നല്ല ധാരണ ഉണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്. ഞാന് മാത്സ് എടുത്തു. മാത്സിനോടുള്ള പ്രേമം കൊണ്ടല്ല. എന്തുകൊണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ചേച്ചി ഒരു വായി നോക്കിയ ഡെന്റിസ്റ്റാണ്. അപ്പോ അവൾ ഒരുപാട് വരയ്ക്കുന്ന കണ്ടപ്പോ, വരയ്ക്കുന്നത് ഇഷ്ടം എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാന് മാത്സ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് പോയത് എൻട്രൻസ് എഴുതി കഴിഞ്ഞപ്പോ കിട്ടി. ഭയങ്കര ഭാഗ്യമാണ്, ഒട്ട ഭാഗ്യമാണ്. അങ്ങനെ ഞാന് എൻട്രൻസിന് ചെന്ന് കഴിഞ്ഞപ്പോ ചോദിച്ചു, ഏതാ ബ്രാഞ്ച് വേണ്ടത്. ഞാൻ ഈ ചോദ്യം കേട്ടിട്ടുള്ളത് ഹോട്ടലിൽ ചെല്ലുമ്പോഴാണ്, കഴിക്കാൻ എന്താ വേണ്ടത്. ഞാൻ തിരിച്ചു ചോദിച്ചു, എന്തൊക്കെയാ ഉള്ളത്. അവരൊരു മാതിരി നോട്ടം നോക്കി. ഞാൻ പറഞ്ഞല്ല, അപ്ലൈ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മെക്കാനിക്കലാണ് നിങ്ങൾ ഏറ്റവും ഹയസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ആര് കൊടുത്തു? ആരോ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഹയർ ഓപ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇലക്ട്രോണിക്സിലേക്ക് മാറി. ഫ്രണ്ട്സ്, ഞാന് പഠിച്ചു എന്ന് പറയുന്നത്, ലെറ്റ് മീ ടെൽ യു, ഐ സ്റ്റഡീഡ് ജസ്റ്റ് ഫോർ മൈ പേരൻസ്. ഈ പഠിത്തം എന്നുള്ളത് എനിക്ക് വലിയൊരു തലവേദനയായിരുന്നു. ഞാന് എഞ്ചിനീയറിംഗ് ഒക്കെ സപ്ലി ഉണ്ടായിരുന്നു, പക്ഷെ അവസാനപ്പോഴേക്കെല്ലാം ക്ലിയർ ചെയ്തു. ഞാന് ഇറങ്ങി ലൈക്കൊരു, അതിനുശേഷം ഇതിനുള്ള ഒരു വലിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് വാസ് മൈ ഫാദർ. എന്റെ അപ്പൻ എന്റെ പുറകെ നടന്ന് എപ്പോഴും പറയുന്നു, പഠിക്കടാ പഠിക്കടാ പഠിക്കടാ. എനിക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചിട്ടില്ല. പിന്നീട് ഐ എം സോ സോറി, മൈ ഫാദർ ഡൈഡ്. മൈ ഫാദർ എക്സ്പയർഡ്. അപ്പന്റെ മരണശേഷം അടക്കം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനൊന്ന് തിരിച്ചാലോചിച്ചത്. എൻ്റെ അപ്പൻ എന്നിൽ ആഗ്രഹിച്ചിരുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഠനമായിരുന്നു. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റാതിരുന്നത് എനിക്ക് അതിലുള്ള കഴിവില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പിന്നീട് ഞാൻ അധ്വാനിച്ച് ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ MBA പഠിച്ചതും, MPhil ഇൻ മാനേജ്മെന്റ് പഠിച്ചതും, MSc സൈക്കോളജി പഠിച്ചതും, MPhil ഇൻ സൈക്കോളജി പഠിച്ചതും, PhD ചെയ്തതും ഒക്കെ. അത് most probably അല്ല, yes, it is for my father, maybe who is in heavens. മക്കളെ, നമ്മൾ പഠിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടി തന്നെയാണ്. അവര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ചിലപ്പോ എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഇപ്പോഴാണ് ചെയ്യേണ്ടത്. പിന്നീട് അവരില്ലാതായി കഴിയുമ്പം ഞാൻ ചെയ്തുകൊണ്ട് എന്നെ പോലെ പൊട്ടനാവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പം ചെയ്യാവുന്ന അവസ്ഥ എന്ന് പറയുന്ന പഠനമാണ്. ലീഡർഷിപ്പിലാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പും ടീമും കാര്യങ്ങൾ ഏറ്റെടുക്കുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, എല്ലാം ചെയ്യാം. നിങ്ങൾ
ഏതോ അമ്പലത്തിന്റെ മുമ്പിൽ ചെന്നപ്പോ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുലുക്കി കുത്തുന്നതിന്റെ ഇല്ല, 2 വെച്ചാ 4 കിട്ടും, 4 വെച്ചാ 8 കിട്ടും, 8 വെച്ചാ വടി വെച്ച അടി കിട്ടും. നമ്മൾ എത്രത്തോളം ഇൻപുട്ട് ഇടുന്നു അത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും, അത്രത്തോളം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഞാൻ ഒന്ന് ചാറ്റ് എനേബിൾ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഞാൻ തുടങ്ങിയത് ലേറ്റ് ആണെങ്കിലും ബാക്കി എല്ലാം ആണെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ജസ്റ്റ് 1-2 പോയിന്റ്സ് ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് കയറാം. ചാറ്റ് ഒന്ന് എനേബിൾ ചെയ്യാവോ? ചാറ്റ് എനേബിൾഡ്. താങ്ക് യു. ദയവായിട്ട് മറ്റുള്ളവർ ഹായ് കാര്യങ്ങളൊന്നും ടൈപ്പ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം കിട്ടും. പാർട്ടിസിപ്പന്റ് പ്ലീസ് ലിസൺ. അയ്യോ, എനിക്ക് ചാറ്റ് കിട്ടുന്നില്ല. അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആള് എന്നെ ഹെൽപ്പ് ചെയ്യണം. നോക്കാം, ഒരു മിനിറ്റ്. ഞാൻ അതിന് മുമ്പായിട്ട് ഒരു ഇൻപുട്ടും കൂടെ തരാം. ഞാനത് ഒരു 1-2 ചോദ്യങ്ങൾ എടുത്തിട്ടെന്ന് വിചാരിച്ചാണ്. ഒരു ഇൻപുട്ടും കൂടെ തരാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചാറ്റ് ചോദ്യങ്ങൾ എടുക്കാം. ഓക്കെ, നമുക്ക് നമ്മളെ കുറിച്ചല്ല പറയുന്നത്, എന്നെ കുറിച്ച് എന്ന് വെച്ചാൽ നമ്മളെ കുറിച്ചല്ല ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നതാണ്. ചിലവർക്ക് ഇഷ്ടം ബാക്കിയുള്ളവരെ പറ്റിച്ചു കഴിയുമ്പോൾ വലിയ സന്തോഷം. എന്താണ്, ഇന്നും ഞാൻ ഒരാളെ പറ്റിച്ചു. ആരെയാ? ബസ് കണ്ടക്ടറെ. എന്ത് പറ്റി? ടിക്കറ്റ് എടുത്തില്ലേ? എടുത്തു. പിന്നെ പോട്ടെ, നീ എങ്ങനെ പറ്റിച്ചേ? ഞാൻ ടിക്കറ്റ് എടുത്തു. എന്നിട്ടോ ഞാന് 20 രൂപയുടെ ടിക്കറ്റ് എടുത്തു. എന്നിട്ടോ 10 രൂപയുടെ പോയിന്റിൽ ഇറങ്ങി. പോട്ടൻ. ആരാ പൊട്ടൻ? അയാളോ ഞാനോ? ഞാൻ. ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ പൊട്ടന്മാരാവുമോ? നമ്മൾ പൊട്ടന്മാരാവില്ല, നമ്മൾ ഭയങ്കര ബുദ്ധിയുള്ളവരല്ലേ. പക്ഷേ പലപ്പോഴും ഇങ്ങനെയാണ് പൊട്ടന്മാരാവുക. സുരേഷ് ഒന്ന് സൂര്യയോട് വരാൻ പറയൂ. നമ്മൾ ഇങ്ങനെയാണ് പൊട്ടന്മാരാവുക. ഞാൻ സ്കൂളിൽ പഠിക്കുന്നു, ഞാൻ ഫീസ് കൊടുക്കുന്നു, ഞാൻ ക്ലാസ്സിൽ കയറിയില്ല, ടീച്ചറെ പറ്റിച്ചു, സ്കൂളിനെ പറ്റിച്ചു. ഞാൻ ഫീസ് കൊടുത്തു, ക്ലാസ്സിൽ കയറി, ഞാൻ ക്ലാസ് മുഴുവൻ ക്ലാസ്സിനകത്ത് തന്നെ ഇരുന്നു, പക്ഷെ ശ്രദ്ധിച്ചില്ല, പൊട്ടി, ടീച്ചറെ പറ്റിച്ചു. ഹലോ, ആരെയെങ്കിലും പറ്റിക്കുന്നു എന്ന് പറയുമ്പം ആരെ പറ്റിക്കുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരണം. അത് പലപ്പോഴും നമ്മളെ തന്നെ പറ്റിക്കുന്നു എന്നാണ്. എൻ്റെ കോളേജില് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യിച്ച കുട്ടികളെ കൊണ്ടാണ്, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതില് ചിലവര് ഇത് ചെയ്യണടാ, അല്ല ഇതിങ്ങനെ ചെയ്യണ്ടേന്ന് പറയുമ്പോഴേക്കും അപ്പുറത്തൂടെ അങ്ങോട്ട് ഒളിഞ്ഞു ഓടിപ്പോകും. ചാറ്റ് ഒന്ന് എനേബിൾ ചെയ്യോ? അല്ല അവിടെ അല്ല, ഇവിടെ പറഞ്ഞേ, കുഴപ്പമില്ല. യെസ്, എന്റെ മുഖം ഇപ്പൊ പോയി, രണ്ടും കൂടെ നടക്കില്ല അല്ലേ? സർ ഞാൻ വായിച്ചു തന്നാ മതിയോ ക്വസ്റ്റ്യൻസ്? ഒരു മിനിറ്റ്, ഞാൻ ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻസിലേക്ക് കയറിക്കോളാം. ശരി. ഓക്കെ, ശരി. ഓക്കെ, അപ്പം ഫൈൻ. അപ്പം ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ചീറ്റിംഗ്. ഓക്കെ, നമ്മള് പല കാര്യങ്ങളും കൊടുക്കുമ്പം അത് ഒന്നും ചെയ്യാതെ നൈസില് സ്കൂട്ടിൽ പോകും. അയ്യോ, ഒരു കോള് വരുന്നുണ്ട്, കട്ട് ചെയ്യൂ. ഓക്കെ, സ്കൂട്ടിൽ പോയി ഞാൻ തൊമ്മനെയും പറ്റിച്ചു, കോളേനെയും പറ്റിച്ചു. അല്ല, നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ ഡെവലപ്ഡ് ആവുകയാണ്. ഫ്രണ്ട്സ്, ലീഡർഷിപ്പിന്റെ കേസിലൊക്കെ തന്നെ നമുക്ക് എടുക്കാവുന്ന ഒരു റെസ്പോൺസിബിലിറ്റി, നമ്മൾ നൈസിൽ സ്കൂട്ടായിട്ട് അവനെയും പറ്റിച്ചു, അവളെയും പറ്റിച്ചു, ടീച്ചറെയും പറ്റിച്ചു, പ്രിൻസിപ്പളിനെയും പറ്റിച്ചു, ഹെഡ് മാസ്റ്ററെയും പറ്റിച്ചു എന്ന് പറയുമ്പം ഞാൻ ആരെ അല്ല പറ്റിക്കുന്നത്, ഞാൻ എന്നെ തന്നെയാണ് പറ്റിക്കുന്നത്. ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു എഞ്ചിനീയർ കോൺട്രാക്ടിന്റെ കീഴിൽ വർക്ക് ചെയ്യുക, ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ ആണ്. അയാള് വീടുകളൊക്കെ നന്നായിട്ട് ചെയ്യും, കോൺട്രാക്ടർക്കും വലിയ സന്തോഷമാണ്. പിന്നീട് ഇയാൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പം ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്ത് എഞ്ചിനീയർ ആണ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, എന്നിട്ട് എന്താ പത്ര കാര്യം? എന്താ കാര്യം? നിങ്ങൾ ഇതൊക്കെ കെട്ടിയിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ശമ്പളം കിട്ടുന്ന ജീവിച്ചു പോണത് വെച്ചിട്ടല്ലേ? അങ്ങനെ അല്ല വേണ്ടേ? പിന്നെന്താ ചെയ്യണേ? കൺസ്ട്രക്ട് ചെയ്യുമ്പോ അടിച്ചു മാറ്റണം. വേണം. അങ്ങനെയാണ് എഞ്ചിനീയർമാര്. ഇല്ല, ഞാൻ ചെയ്യില്ല.
ഇല്ല ഞാൻ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ റിസൈൻ ചെയ്തോളൂ. അയ്യോ റിസൈൻ ചെയ്തോളൂ, ശരി. ഇല്ല ഞാൻ എന്റെ വീട്ടിൽ പോയി. ഇയാൾ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്തോളാം. മുതലാളി എന്ന് പറഞ്ഞു, മുതലാളി സോ സോറി എനിക്ക് റിസൈൻ. അയ്യോ നിങ്ങൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ഒരാളല്ലേ, നിങ്ങൾ റിസൈൻ ചെയ്തത് എങ്ങനെയാ? സോറി പേഴ്സണൽ കാര്യങ്ങളാണ്, എനിക്ക് റിസൈൻ ചെയ്തേ പറ്റൂ. ശരി റിസൈൻ ചെയ്തോളൂ. പക്ഷെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു വീടും കൂടെ പണിതിട്ട് നിങ്ങൾ റിസൈൻ ചെയ്തോളൂ. ഭാര്യടുത്ത് എന്ന് പറഞ്ഞ ഭാര്യയെ അയാള് റിസൈൻ ചെയ്തോളാൻ സമ്മതിച്ചു. കണ്ടോ ഇത്രയേ ഉള്ളൂ. അല്ലല്ല ഇത്തിരി നിർബന്ധിച്ചിട്ടാ. അന്നാലും വിട്ടില്ലേ? ഇല്ല വിട്ടില്ല, ഒരു വീടും കൂടെ പണിയാ. അന്നാലും പോവാൻ നേരത്ത് പോയിക്കോളാനല്ല, ഇനി ഒരു വീടും കൂടെ പണിയാനാ. നിങ്ങൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ കേക്ക് എന്താ ചെയ്യേണ്ടത്? സിമെന്റ് മിക്സ് ചെയ്തപ്പോ അതില് കമ്പി ഇട്ടപ്പോ ഇലക്ട്രിക്കൽ വയറിംഗ് ISI മാറ്റിന് വരും വെറുതെ പ്ലാസ്റ്റിക് കോൺഡ്യൂട്ടൊക്കെ ഇട്ട് വെച്ചു. പ്ലംബിങ്ങിന് CPVC വയറും കോൺഡ്യൂട്ട്, വെറും ഇതൊക്കെ ഇട്ടിട്ട് ടൈൽസ് 3rd ക്വാളിറ്റി ഇട്ടു. അത് നല്ല പേസ്റ്റിന് വരും വെറുതെ തുപ്പിലോട്ട് ഒട്ടിച്ചു വെച്ചു. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് വാതിലൊക്കെ തേക്കിനും വീട്ടിക്കും പകരം മാവും പ്ലാവും മൂക്കാത്തൊക്കെ നല്ല പെയിന്റ് അടിച്ച് നല്ല ഭംഗിയിലാക്കി വെച്ചു. എല്ലാം കഴിഞ്ഞിട്ട് മുതലാളി എന്ന് പറഞ്ഞു, മുതലാളി ചങ്ക് ചക ദാ താക്കോല്. മുതലാളി താക്കോല് വാങ്ങിച്ചിട്ട് പറഞ്ഞു താങ്ക് യു സോ മച്ച്, നിങ്ങളുടെ അക്കൗണ്ട് ഒക്കെ സെറ്റിൽഡ് ആയിട്ട് നിങ്ങൾ പോയിക്കോളൂ. തിരിഞ്ഞപ്പോ പറഞ്ഞു ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ എന്റെ കൂടെ 13 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു, ഇതുവരെയായിട്ട് സ്വന്തമായിട്ടൊരു വീടില്ല, ഈ വീട് നിങ്ങൾക്കുള്ളതാണ്. ആ വീടോ? നെക്സ്റ്റ് റെയിൻ ഇറ്റ് ഇസ് ഗോയിങ് ടു ലീക്ക്, ദ ഡോർസ് ആർ ഗോയിങ് ടു വാപ്പ്. ഇവിടെ പ്ലഗ് കുത്തി ഇടുക്കിയിലെ ഫ്യൂസ് അടിച്ചു. ആ വീട്ടിൽ ഞാൻ എങ്ങനെയാ ജീവിക്കുക? ഹലോ, നമ്മൾ ആരെങ്കിലും പറ്റിക്കുന്നു എന്ന് വെച്ചാൽ മനസ്സിലായിക്കോളൂ, പൊട്ടന്മാരും നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ നമ്മളെ തന്നെയാണ് പറ്റിക്കുന്നത്. ഒരൊറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം, ചോദ്യങ്ങളിലേക്ക് കയറാം. ഒരു ദിവസം നിങ്ങൾ ഒരു പണിയും ചെയ്തില്ല. ഇപ്പൊ ഈ സമയത്ത് കൊറോണ സമയത്ത് ഒരു പണിയും ചെയ്തില്ല. രാവിലെ എപ്പോഴോ എഴുതിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒന്നിച്ച് ബ്രഞ്ചായിട്ട് അടിച്ചു. ഒരു പണിയും ചെയ്യാതെ ആ TV എത്രയോ നേരം നോക്കിയിരുന്നു. ഒന്നും ചെയ്യാതെ രാത്രി കിടന്നുറങ്ങി. ഒരൊറ്റ ചോദ്യം, ചാറ്റ് ഒന്ന് എനേബിൾ ചെയ്തോളൂ. ആർ യു സാറ്റിസ്ഫൈഡ് ഓർ ഡിസാറ്റിസ്ഫൈഡ്? ചാറ്റിൽ ഒന്ന് സാറ്റിസ്ഫൈഡ് SO DO എഴുതുക. നോ, സാറ്റിസ്ഫൈഡ് അല്ല, ഡിസാറ്റിസ്ഫൈഡ് 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 ഡിസാറ്റിസ്ഫൈഡ്. മതി 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 മതി, എനിക്ക് അത്ര കേൾക്കണ്ടുള്ളൂ. ഐ ആം സാറ്റിസ്ഫൈഡ്, ഒരു തോന്നൽ മാത്രമാണ്. ഇനി ഒരു ചോദ്യം മതി, താങ്ക് യു. ഒരു ചോദ്യം, ഒരു ദിവസം നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റു, എന്ത് ചെയ്യാനുള്ള കുറെ ചെയ്തു. അമ്മയെ ചെന്നിട്ട് അടുക്കള സഹായിച്ചു, അത് കഴിഞ്ഞിട്ട് പറമ്പിലോട്ട് ഇറങ്ങി കുറെ ചെടികളും ഇതൊക്കെ വെച്ചു. എന്റെ മുറിയൊക്കെ അത് വൃത്തിയാക്കണം ചെയ്ത് വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് എത്രയോ നാളായിട്ട് വിചാരിച്ച് ചെയ്യാതിരുന്ന കുറെ മടി പിടിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് അത് കഴിഞ്ഞ് രാത്രി ഫിസിക്കലി ടയർഡ്. ചോദ്യം, നിങ്ങളുടെ മനസ്സ് are you satisfied or dissatisfied? S or D? 100% satisfied, 100% satisfied, 100%. Yes, 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 yes. മതി മോനെ, മതി മോളെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഈ ഒരു തിരിച്ചറിവാണ് നിങ്ങളിലേക്ക് എനിക്ക് വേണ്ടിരുന്നത്. ഇത്രയും മാത്രം. ഈ മുഖം എങ്ങനെയാ കിട്ടുക? ചാറ്റ് കിട്ടി, ഓഫായോ? ഇല്ല. ഓക്കെ. എനിക്ക് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മാത്രം. നമ്മള് ഇത്രയും നാളും വിചാരിച്ചിരുന്ന നമ്മുടെ രീതിയിലുള്ള പലതും, ഒന്നും ചെയ്യാതിരുന്ന, മടി പിടിച്ചിരുന്ന എന്ത് രസം, ഒന്നും ചെയ്യാതിരുന്ന രസം അല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, മോസ്റ്റ് പീപ്പിൾ അറ്റ് ദ ഡെത്ത് ബെഡ്, മരണശയ്യയില്, ദേ ആർ നോട്ട് അൺഹാപ്പി. അവര് അൺഹാപ്പി ആയത് not because they could not do many, they have done wrong things. അവര് തെറ്റ് ചെയ്തു എന്നുള്ളതിനെക്കാട്ടിലും അവര് കൂടുതൽ വിഷമിക്കുന്ന എന്തിനാന്ന് വെച്ചാല്, എനിക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യാതെ പോയല്ലോ എന്നുള്ളൊരു ഓർത്തിട്ടുള്ളൊരു വിഷമത്തിലാണ്. മക്കളെ, ആ വിഷമം നമുക്ക് വേണ്ട. നമുക്ക് ലാവിഷായിട്ട് ചെയ്യാം. എത്രത്തോളം പണിയെടുക്കുന്നു അത്രത്തോളം നമുക്ക് നമ്മളെ, നമ്മുടെ ലീഡർഷിപ്പും ബാക്കിയുള്ളതെല്ലാം ഡെവലപ്പ് ചെയ്യാം. സെറ്റ്, നിസ്സാരം. നമുക്ക് ഇനിയും ചാറ്റിലേക്ക് കേടാം. നിങ്ങളുടെ കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നത് ചോദിക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് എനിക്ക് ആന്റണി എടുത്തു തരാമോ? എനിക്ക് 2 സ്ക്രീനും കൂടെ ഒന്നിച്ച് കാണാൻ പറ്റാത്ത കാരണം. തീർച്ചയായിട്ടും. ഓക്കെ, ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഹലോ,
Participants can ask questions in chat box. How to boost self-confidence? Sir, the first question is how to boost self-confidence. How to boost self-confidence? ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യത്തിന്റെ ഉത്തരം മറുചോദ്യം അല്ല, എന്നാ പോലും എന്തിനെ കുറിച്ചാണ് നമുക്ക് പേടിയുള്ളത്? ആ പേടിയുള്ളത് ഇതല്ലേ? സാർ പിന്നെയും കട്ടായോ? കട്ടായെന്നാ തോന്നുന്നത് വീണ്ടും. Unfortunately വീണ്ടും കട്ടായി. Session is over, അല്ലേ? I hope Santosh sir can answer to this question. പ്രത്യേകം പാർട്ടിസിപ്പൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഒരാളെ റീപ്ലേസ് ചെയ്യുന്നത് മാത്രമല്ല, എമിനന്റ് പേഴ്സണാലിറ്റിയാണ് സന്തോഷ് സാർ. എത്രത്തോളം പാർട്ടിസിപ്പൻസിനെ അത് കൃത്യമായി മനസ്സിലാക്കണം. JC ഇന്ത്യയുടെ 2010 നാഷണൽ പ്രസിഡന്റും ഇന്റർനാഷണലി റെനൗണ്ട് ട്രെയിനറുമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിന് സന്തോഷ് സാർ ആൻസർ ചെയ്യും. സന്തോഷ് സാർ പ്ലീസ്. എന്തായിരുന്നു എനിക്ക് ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സ് how to boost self confidence is the first question. സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഒരു സെൽഫ് ഡൗട്ട് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളിത് ചെയ്താൽ സക്സസ്ഫുൾ ആവുമോ എന്നുള്ളൊരു പ്രശ്നം. അത് തന്നെയാണ് ഈ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത്. അത് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ പലപ്പോഴും എൻ്റെ ട്രെയിനിങ്ങിൽ പറയാറുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ അതിന് പറയാറുള്ള AEV സിൻഡ്രോം എന്നാണ്. അവർ എന്ത് വിചാരിക്കും സിൻഡ്രോം. ആ ഒരു സിൻഡ്രോം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാം. മറ്റുള്ളവർ നമ്മൾ എന്ത് വിചാരിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ പലപ്പോഴും ആലോചിക്കുക. നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മുടെ പല പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാനിത് ചെയ്തിട്ട് എങ്ങാനും വിചാരിച്ച പോലെ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ എന്തുണ്ടാവും, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ മോശക്കാരനാവില്ലേ, മോശക്കാരിയാവില്ലേ. ഈ ഒരു ചിന്താഗതിയാണ് പലപ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം. അപ്പൊ അതില് നമുക്ക് വേണ്ട ഒരു കാര്യം, അത് അങ്ങനെ സംഭവിച്ചാൽ തന്നെ ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ്, അല്ലെ. നമുക്ക് ഞാൻ പറയാറുണ്ട്, നെവർ തിങ്ക് ലോ കഹെങ്കെ, ഓൾവേസ് തിങ്ക് ആപ് ക്യാ കരേങ്കെ എന്ന് പറയും. അതായത് നാട്ടുകാർ എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന് ചിന്തിച്ച് നമ്മളെ സ്വയം പുറകോട്ട് വലിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കി അതുമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. തെറ്റ് പറ്റിക്കോട്ടെ, പരാജയപ്പെട്ടോട്ടെ, അങ്ങനെ ഒരു പ്രാവശ്യം നമ്മളെ കാര്യങ്ങളിൽ നമ്മൾ അത്തമം തിരിച്ചു വന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് വന്നത്. സോ മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓർത്തും താങ്ക് യു സന്തോഷ്, ഓൾവേസ് എ സേവിയർ ഫോർ മീ. ഓക്കെ, ഇതില് പറഞ്ഞു വന്ന കാര്യം കോൺഫിഡൻസിനെ കുറിച്ച് സന്തോഷ് പറഞ്ഞു. ഞാൻ എന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങൾ ഇവിടെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിക്കാറുണ്ട്. തീ കൂടെ നടക്കുക, കുപ്പിച്ചില്ലി കൂടെ നടക്കുക. നിങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ എവിടെയാ ഉള്ള വെച്ചാൽ അവിടെ ഒക്കെ പോയി ചെയ്തോളൂ. ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ, നേരത്തെ പറഞ്ഞ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ പോലെ, ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ യു ഫീൽ റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ്. ഓ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി. അപ്പൊ അടുത്ത ലെവലും കൂടെ നമ്മൾ കയറും. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. തീ കൂടെ നടക്കുന്നവർക്ക് പേടിയുള്ളവര് എല്ലാരും നടക്കുന്നത് പേടി ഇല്ലാഞ്ഞിട്ടല്ല, ഇൻസ്പൈറ്റ് ഓഫ് പേടിയാണ് അവരത് ചെയ്യുന്നത്. ആരോ പറഞ്ഞ പോലെ വിന്നേഴ്സ് ആർ വൺ ഇൻസ്പൈറ്റ് ഓഫ് പ്രോബ്ലം, നോട്ട് ഇൻ ആബ്സെൻസ് ഓഫ്. അപ്പൊ കോൺഫിഡൻസ് എന്ന് പറഞ്ഞത് നമ്മൾ ആ പേടി വെച്ചോണ്ട് തന്നെ നമ്മൾ ചെയ്യാം. ഇപ്പം ഒരു 4 പേരോട് വർത്താനം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട്, ആ പേടി വെച്ച് തന്നെ നമ്മൾ വർത്താനം പറഞ്ഞാലേ നമുക്ക് പറ്റൂ. ഇത് ചെയ്യാം. ഇപ്പൊ സന്തോഷം പറഞ്ഞേ, തെറ്റിപ്പോയാ എന്താപ്പ ചെയ്യാനുള്ള, എന്താപ്പ ആരെങ്കിലും തൂക്കിക്കൊല്ലോ, ഒന്നുമില്ലല്ലോ, ചീള് കേസ് വിട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആന്റണി ജി. തൊമ്മൻ ഒരു കാര്യം ഒരു കുട്ടിയോട് എഴുതിയത്, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, അതിനെതിരെയാണ് അച്ഛനും അമ്മയും, എനിക്കാണെങ്കിൽ അത് ജീവനാണ്. വാട്ട് ടു ഡു? ഒന്ന് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറയാമോ കുട്ടിയുടെ? ഇതിൽ ഉള്ള ഒരു കാര്യമുണ്ട്, നമ്മള് ആരോടെങ്കിലും ഇനി ഞാൻ ഇത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളൊരു കാര്യമാണ്. നമ്മള് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനും അമ്മയും അതേ പറഞ്ഞു, അല്ല അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർക്കും ദേഷ്യമായി. എനിക്കെതിരെ അല്ല ഇതേ ചെയ്യാൻ പാടുള്ളൂ എന്ന് അവര് പറഞ്ഞ് എനിക്കും ദേഷ്യമായി. രണ്ടും കൂടെ ഉടക്കായി. ഇനി നിങ്ങൾ ഈ കോഴ്സിന് കയറി, ഇപ്പൊ അവര് പറഞ്ഞ കോഴ്സിന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നേ പറയുള്ളൂ, പഠിക്കില്ല, ഉഴപ്പും എല്ലാം ഉണ്ടാവും. അപ്പൊ അത് വളരെ നല്ല കാര്യമായിട്ട് ചെയ്യാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, ആ അമ്മ അച്ഛനും അമ്മയും ഇത് നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും. അപ്പൊ അമ്മ നിർബന്ധിക്കുന്നു, പക്ഷെ അമ്മ
എനിക്ക് ഇത് വെച്ചിട്ട് ആവാൻ പറ്റില്ല, എന്റെ താല്പര്യം ഇതാണ്. നിന്റെ താല്പര്യമല്ല, ഞങ്ങളുടെ താല്പര്യമാണ്. അമ്മ പറയുന്നത് ശരിയാണമ്മ. അതായത് നമ്മള് കുറച്ചു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, നോ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ദീപേഷ് തന്നെ ഉണ്ടായിരുന്നു, നോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉടക്കാണ് വരിക. അത് വളരെ നൈസില് എങ്ങനെ സാധിച്ചെടുക്കാം എന്നുള്ളത്, അണ്ണാനെ മരങ്കേറ്റം പഠിപ്പിക്കണോ, നല്ല കുട്ടിയാവുക, കുറച്ചു ദിവസം വീട്ടില് നല്ല പണികളൊക്കെ ചെയ്യുക, അച്ഛനും അമ്മയായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാതെ വളരെ സ്നേഹത്തിൽ നിൽക്കുക. നല്ല ആയി കഴിഞ്ഞു കഴിയുമ്പോ പതുക്കെ അമ്മ എനിക്ക് ഇതിൽ നല്ലൊരു കാര്യം. ഇനി ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ രണ്ട് എന്താ പറയാ രാജ്യങ്ങൾ തമ്മിൽ വഴക്ക് സെറ്റിൽ ആവാത്തപ്പം നമ്മള് UN ഒക്കെ ഇടപെടും. അതുപോലെ നിങ്ങൾക്ക് വേറെ ഇടപെടുത്താൻ പറ്റുന്ന ആൾക്കാരെ പതുക്കെ നൈസിൽ കയറ്റിക്കൊള്ളുക. ട്രെയിനേഴ്സ് ആയിട്ടോ അല്ല എങ്കിൽ മേ ബി കൗൺസിലേഴ്സ് ആയിട്ടോ ഒരു കരിയർ കൗൺസിലിങ്ങിന് പോവാം. അച്ഛനും അമ്മയോടും പറയാം നമുക്കൊരു കരിയർ കൗൺസിൽ പോവാം. പലരും ചെയ്യുന്നുണ്ട്, സിജിയും ബാക്കി പലരും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ കാലിക്കറ്റ് ഭാഗത്തൊക്കെ. നമുക്ക് അവിടെ ഒന്ന് ചെന്നിട്ട് നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുക. അപ്പൊ അവര് ലിസ്റ്റ് ചെയ്ത് തരും ഏതൊക്കെയാണ് വേണ്ടതെന്ന്. അത് നമ്മൾ പറയുമ്പോഴേ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ. അവരൊക്കെ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തോളൂ. ഇപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും പറയും ചിലപ്പം, ഞാൻ ഇത്രയും നാളും പറഞ്ഞിട്ട് അവന് വയ്യായിരുന്നു, മറ്റേ ആൾ ആ സാറ് വന്ന് പറഞ്ഞപ്പോ അത് സമ്മതിച്ചു. ഇത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്. അത് ആര് പറഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് നൈസ് കോംപ്രമൈസിൽ അതങ്ങോട്ട് നടത്തിയെടുക്കുക എന്നുള്ളത് കഴിവ്. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ എന്റെ ഫോൺ നമ്പർ ഞാൻ തരാവേ, എന്നെ വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത്, സാർ എനിക്ക് സ്റ്റേജിൽ കയറിയാൽ എന്റെ കോൺഫിഡൻസ് ചോർന്നു പോകും. സെയിം പിഞ്ച്. ഐ ആം ഫിയർ ടു എൻ്റർ ആൻഡ് സ്പീക്ക് ഇൻ സ്റ്റേജ്, ഹൗ ടു റിക്കവർ? എടാ മോനെ, ചക്കരെ മുത്തേ, ഇതേ അവസ്ഥ തന്നെയായിരുന്നു എന്റെ അവസ്ഥ. ഇനി അതെങ്ങനെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ ഒരേ നിവൃത്തിയുള്ളൂ, സ്റ്റേജിൽ കയറുക തന്നെയുള്ളൂ. ആദ്യം കേറിയിട്ട് എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല, പൊട്ടിപ്പോയി. എന്തു പറ്റും? ഒന്നും പറ്റാനില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, പബ്ലിഷേഴ്സ്, ഇന്നത്തെ ഏറ്റവും നല്ല പബ്ലിഷേഴ്സ് എല്ലാവരും അവരുടെ ഫസ്റ്റ് പബ്ലിഷിംഗ് ഒന്നും ബെസ്റ്റ് ആയിരുന്നില്ല. പബ്ലിഷ് ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല ആൾക്കാർ. അഭിനയിക്കാൻ പോകുമ്പോൾ മമ്മൂട്ടീനെ ഒക്കെ റിജക്ഷൻ ആയിരുന്നു ആദ്യം വന്നത്, ഓഡീഷനിലൊക്കെ റിജക്റ്റഡ് ആയിരുന്നു. പിന്നീടാണ് അദ്ദേഹം കയറി വന്നിട്ടുള്ളത്. ഒരുപാട് പേര്, ആർണോൾഡ് ഷ്വാസ്നഗർ, ഒത്തിരി പേരുടെ കേസ് എടുത്താലും they were all rejected only. പക്ഷേ അവർക്ക് റിജക്ഷൻ ആവും, ഞാൻ അത്രയും പറ്റുമോ പറ്റില്ല എന്നല്ല, അങ്ങടെ ഒരു ധൈര്യം എടുത്ത് അങ്ങോട്ട് ചെയ്യുക. എന്താ ഇപ്പൊ സംഭവിക്കാൻ പോണേ? അത്രേ ഉള്ളൂ. സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. നെക്സ്റ്റ് സർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു ഇൻക്രീസ് പങ്ക്ച്വാലിറ്റി? എന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോഴല്ല, ഡിഗ്രി ഒക്കെ എത്തുമ്പോഴേ ഉള്ളൂ. അത് രാവിലെ 6:30 തൊട്ടാണ് ക്ലാസ്, 6:30 തൊട്ട് രാത്രി 12:30 വരെ. ഓക്കെ, ഇതിന്റെ ഇടയിൽ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ 20 മിനിറ്റ് ആണ് ബ്രേക്ക്. ഈ ബ്രേക്ക് കഴിഞ്ഞ് വരാൻ 20 മിനിറ്റ് കൊണ്ടെങ്കിൽ ഇത്രയും പേര് പോയി കഴിച്ചിട്ട് വരെ 100 പേരുണ്ടാവും. കഴിച്ചിട്ട് വരും. കാരണം ലേറ്റ് ആയിട്ടുണ്ടേലേ ഓരോ കുട്ടിക്കും ഫൈൻ ഉണ്ട്, പൈസ കെട്ടണം. വേണ്ടല്ലോ, അന്ന സമയത്ത് വന്നോളൂ. അപ്പം ചില പനിഷ്മെന്റ് നമുക്ക് തന്നെ തരിക എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഇത്ര മണിക്ക് എഴുന്നേക്കും, ഇന്ന് ഞാൻ ഇത്ര മണിക്ക് എഴുന്നേറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ പനിഷ് മൈസെൽഫ്. അഥവാ പനിഷ് മൈസെൽഫിനെക്കാട്ടിലും ഞാൻ നല്ലൊരു കാര്യം ചെയ്യും. ഞാൻ പനിഷ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു കാര്യം ചെയ്യും. ഞാൻ ഇന്ന് എന്താ പറയാ, വേസ്റ്റ് മുഴുവൻ കൊണ്ട് കത്തിക്കും, പാത്രങ്ങൾ മുഴുവൻ ഞാൻ കഴുകും. ഞാൻ ചെയ്യുന്നത് എന്റെ ഭാഗത്തു നിന്ന് ആ പങ്ക്ച്വൽ ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ, ഞാൻ എങ്ങനെയാണ് ഐ എം ഗോയിങ് ടു അതിന് എനിക്കൊരു പനിഷ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പനിഷ്മെന്റ് ഞാൻ എങ്ങനെ എടുക്കും എന്ന് ഓർത്തിട്ട് അത് ചെയ്യാം. നെക്സ്റ്റ്, ഹൗ ടു മേക്ക് റീഡിംഗ് ആസ് എ ഹാബിറ്റ്? മോനെ, അടുത്ത ആഴ്ച വരിക, അപ്പോഴേക്കും ഞാൻ വെല്ല തിന്നല് നിർത്താം. ഇനി മനസ്സിലായി കാണുമല്ലോ അല്ലെ? ഇല്ല, ഇപ്പൊ ഞാൻ വായിക്കുന്നുണ്ട് ഈ കോവിഡിന്റെ സമയത്ത്. പണ്ട് ഒരുപാട് വായിച്ചിരുന്നതാണ്, പിന്നെ കുറെ കാര്യങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല. അതൊക്കെ വെറും ന്യായങ്ങൾ മാത്രമാണ്, മുട്ടു ന്യായങ്ങൾ. വായിക്കാനുള്ളൊരു ഹാബിറ്റ് ആക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈം സ്ലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. രാവിലെയോ രാത്രിയോ വൈകുന്നേരമോ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ വേറെ ഞാൻ ഒന്നും ചെയ്യില്ല, വായിക്കുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ, ആ മൊബൈലും ബാക്കി എല്ലാ സാധനങ്ങളും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പൊ ടിവിയുടെ മുമ്പിൽ നിന്നൊക്കെ മാറി എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കുക. ഒരു അരമണിക്കൂർ വേറെ ഒന്നും ചെയ്യില്ല എന്നുള്ള സ്ലോട്ടിലേക്ക് വെച്ചാൽ, എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റി വെച്ചാൽ അതും നേരത്തെ പറഞ്ഞൊരു ശീലമായിക്കോളും. പിന്നെ
ഹലോ. കഴിഞ്ഞ സാറേ ഒരു ക്വസ്റ്റൻ എന്താ വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഇൻട്രോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഐ ആം ടു 10th സ്റ്റാൻഡേർഡ് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഐ എം റിയലി ഫോണ്ട് ഓഫ് ടു ബി എ IT പ്രൊഫഷണൽ വാട്ട് ക്യാൻ ഐ ഡു ഫോർ ഇറ്റ് ഓർ വിച്ച് ഡിഗ്രി ഷുഡ് ഐ ടേക്ക്? ഇപ്പൊ 10th സ്റ്റാൻഡേർഡിലേ ആയിട്ടുള്ളൂ. അതെ 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 അതെ. അത് പ്ലസ് 2 കഴിഞ്ഞിട്ടാണ് വേണ്ടത്. 10th സ്റ്റാൻഡേർഡിൽ കയറുന്നേ ഉള്ളൂ. അതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് പ്ലസ് 2 നമുക്ക് സയൻസ് എടുത്തിട്ട് എടുക്കാനുള്ള IT ആണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് യു ഹാവ് ടു ഗോ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ഓർ അന്ന് BTech ഉണ്ടെങ്കിൽ, ഇന്നിപ്പോഴത്തെ അവസ്ഥയിൽ പോയില്ലെങ്കിൽ BSc IT ഉണ്ടാവുമായിരിക്കും. BSc കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് കാര്യം എന്താണെന്നറിയോ? ഒരു കാര്യം പറഞ്ഞോട്ടെ. ടുഡേ ദ വേൾഡ് ഈസ് സോ ഫാസ്റ്റ് ചേഞ്ചിങ് that we do not know what is in the tray for us. പണ്ടുണ്ടായിരുന്ന കുറെ സ്ഥാനങ്ങൾ ഇന്നില്ല. IT അങ്ങനെ പോവില്ല. IT is really coming up. Definitely it will be there. അപ്പം അതിനുള്ള ഇപ്പൊ ഉള്ളതും വേറെ പല കോഴ്സുകളും വരാം. ഇപ്പം നമ്മള് ഇപ്പം റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ വേറെ വേറെ പ്രോഗ്രാംസ് വരും. ചിലപ്പം അതുക്കും മേലെ വേറെ വല്ലതും വരാം. ഡേറ്റാ സയൻസും അനലിറ്റിക്സും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച്. ആൻഡ് ഇനിയും നിങ്ങള് 10 കഴിഞ്ഞ് +1 കഴിഞ്ഞ് +2 കഴിഞ്ഞ് 4 വർഷം ഡിഗ്രി അല്ലെ 3-4 വർഷം ഡിഗ്രി കഴിയുമ്പോഴേക്ക് എന്താണോ വരാൻ പോണത് നോക്കി അപ്പം എടുക്കാം കുറച്ചും കൂടെ ഒരു കാര്യം. സർ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മോളാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ കോൺഫിഡൻസ് ആയി പോവുകയായിരിക്കും, ബട്ട് സ്റ്റുഡൻസ് എല്ലാവരും ഞാൻ മെയിൻ ആവുക എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ചെയ്യാനും തോന്നില്ല. എന്ത് ചെയ്യും? അതെ, ഒരു കുറെ കൊരങ്ങന്മാരുടെ ഒരു മത്സരമായിരുന്നു. ഒരു നടുവിൽ ഒരു പോസ്റ്റ് ഉണ്ട്, വലിയൊരു പോസ്റ്റാണ്. അതിന്റെ മുകളിൽ ഒരു പഴം വെച്ചിട്ടുണ്ട്. അപ്പൊ ചുറ്റും കൊരങ്ങന്മാരിയ്ക്കുന്നുണ്ട്. ഒരു മത്സരമാണ്, ഏത് കൊരങ്ങാണ് ആദ്യം അവിടെ പോയി എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് വിസിലടിച്ചോണ്ട് ഒരുപാട് കൊരങ്ങന്മാര് മുമ്പോട്ട് വന്നു. അപ്പൊ എല്ലാരും കൂടെ ബാക്കി വെളിയിൽ നിന്നൊക്കെ പറഞ്ഞു ഐ കാണ്ട്, യു കാണ്ട്, കം ബാക്ക്. കുറെ കൊരങ്ങന്മാര് വന്നു. കുറച്ച് കൊരങ്ങന്മാർ ആ പോസ്റ്റിന്റെ അടിയിലോട്ട് എത്തി. അപ്പൊ ബാക്കി എല്ലാരും കൂടെ വിളിച്ചു പറ്റില്ല, നിന്നെ കൊണ്ട് പറ്റില്ല, ബായോ തിരിച്ചു വായോ, നിന്നെ കൊണ്ട് പറ്റില്ല, കഴിയില്ല എന്ന് പറഞ്ഞു. ഒരു 2-3 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഈ 2-3 കൊരങ്ങന്മാർ കയറാൻ തുടങ്ങിയപ്പോ വീണ്ടും എല്ലാരും കൂടെ വിളിച്ചു പറഞ്ഞു വായോ നിന്നെ കൊണ്ടല്ലേ പറഞ്ഞ പറ്റില്ല എന്ന്, ഇവിടെ പൊട്ട ഇങ്ങോട്ട് വാടാ. ബാക്കി 2 വന്നു. ഒരു കുട്ടി കുരങ്ങ് മാത്രം കൂളായിട്ട് മോളിൽ കയറി ആ പഴം എടുത്ത് തിന്നു. അവൻ വിന്നറായി. എല്ലാരും അവനെ വലിയതായിട്ട് അഭിനന്ദിച്ചു, സ്റ്റേജിലൊക്കെ വിളിച്ച്. അപ്പൊ ബാക്കി കുരങ്ങന്മാർക്കൊക്കെ ദേഷ്യം വന്നു. ഇവന് ഞങ്ങൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ പിന്നെയും പോയി എടുക്കുവോ എന്നുള്ള ദേഷ്യത്തില് അവനോട് ചെന്ന് വർത്താനം പറഞ്ഞപ്പോഴാണ് ജപ അവന് ചെവി കേൾക്കില്ല, കുരങ്ങിന് ചെവി കേൾക്കില്ല. ഹലോ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ചില സമയത്ത് നമ്മള് ബദിരനും മൂകനും അന്ധനും ഒക്കെ ആവണം ഈ കൊരങ്ങന്മാരോട്. നമുക്കൊരു 10 മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? നിങ്ങള് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്പലപ്പുഴ പായസമാണ്, ഒരു ഗ്ലാസും കൂടെ തന്നോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? അല്ല, നമ്മുടെ ടെക്നിക്കൽ എറർ എന്ന രീതിയിൽ പിന്നെ ഓഡിയൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഓക്കെ. ദിവേഷ് നെക്സ്റ്റ് ചോദ്യം ചോദിച്ചോളൂ. ഹലോ. യെസ് സർ, സോൺ പ്രസിഡന്റ് ആണ് ചോദ്യം കേട്ടോ. മോട്ടിവേഷൻ കിട്ടുന്ന സമയത്ത് പഠിക്കാൻ തോന്നുമെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ആ സ്പിരിറ്റ് എല്ലാം പോകും, പഠിക്കാൻ തോന്നുകയില്ല. എങ്ങനെ ഓവർകം ചെയ്യാം? അത് ശരിയാ. പലപ്പോഴും പഠിക്കണം തോന്നും. പഠിക്കണം ഇങ്ങനെ തോന്നുമ്പോഴേക്കും നമ്മൾ മേശപ്പുറമൊക്കെ വൃത്തിയാക്കും. അതാണ് ആദ്യം പഠിക്കുന്നതിന്റെ അവസ്ഥ. പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ശങ്കരൻ എഗെയിൻ ഓൺ ദ കോക്കനട്ട് ട്രീ, ശങ്കരൻ പിന്നെയും തെങ്ങേല്. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനാണ് പഠിക്കുന്നത്, എന്തിനാ പഠിക്കുന്നതെന്നല്ല, എന്തിനാണ് പഠിക്കുന്നത്. വാട്ട് ഈസ് മൈ ഗോൾ? കാരണം ഞാൻ ഒരുപാട് പേരെ കേൾക്കുന്ന ഒരു ഭാഗമുണ്ട്, എനിക്ക് പഠിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമാണ്, ഞാൻ ഇടയ്ക്കൊക്കെ തീരുമാനിക്കുകയും ചെയ്യും, പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വളരെ 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 ക്ലിയർ, യുവർ ഗോൾ ഇസ് നോട്ട് ക്ലിയർ. എന്തിനാണ് പഠിക്കുന്നതെന്നുള്ളതിന്റെ കാര്യം നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്നുള്ളതാണ്. നിങ്ങള് ഒരു ഓട്ട മത്സരത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്തിൽ ഒരു കളിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കളിക്കുന്നതിന്റെ ഇടയിൽ ചില കളിക്കാരങ്ങ് വീണ് ചതഞ്ഞ് ചിലപ്പോ കാലൊക്കെ അങ്ങോട്ട് ഉളുക്കി, അതൊന്നും പ്രശ്നമല്ല, അവർ പിന്നെയും കളിക്കും. ഓട്ടമാണ്, റിലേ മത്സരമാണ്, ചിലപ്പോ വീണ് ചിലപ്പോ ചൊരുകിയാൽ അതും വെച്ചിട്ട് ഓടും. കാരണം അവർക്ക് വളരെ ക്ലിയർ ആണ്, ഈ ബാറ്റിനെ അവിടെ കൊണ്ട് എത്തിക്കണം, ഞാൻ ജയിക്കണം എന്നത്. നമ്മൾ വെറുതെ അങ്ങോട്ട് പോകുമ്പോ ഒരു പഴത്തൊലി വീണു, തെന്നി അങ്ങോട്ട് വീണു,
നമ്മൾ ഇങ്ങനെ മലന്ന് കിടന്നു. എന്നിട്ട് ചുറ്റും നോക്കി, ആരൊക്കെ ഉണ്ട്? ഹായ്, ഞാൻ വീണു കേട്ടോ. പിന്നെ എല്ലാരും കൂടെ വന്ന് നമ്മളെ കൈകൊണ്ടൊക്കെ പൊക്കി. അയ്യോടെ എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല, ചമ്മി പോയി. ഇതെന്താ കാര്യം എന്നറിയോ? വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇഫ് ആർ ഗോൾ ഇസ് വെരി ക്ലിയർ, നമ്മുടെ ഗോൾ വളരെ ക്ലിയർ ആണ്, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ, തമ്മ ഒരു ചോദ്യം വന്നത്, പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, വായിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടും അത് ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ഒരു വലിയൊരു കുഴപ്പമാണ്. മെമ്മറി ടെക്നിക്സിന്റെ ക്ലാസ് ഇതിലില്ല. വേറൊരു ദിവസം അറേഞ്ച് ചെയ്തോളൂ, നമുക്കത് ചെയ്യാം. ഒത്തിരി നല്ല ട്രെയിനേഴ്സ് ഉണ്ട് കേട്ടോ മെമ്മറി ടെക്നിക്സിന്റെ. ഞാൻ മെമ്മറി ടെക്നിക്സിന്റെ ഭയങ്കര ആശാന, അതുകൊണ്ട് എനിക്കൊരു ഓർമ്മയില്ല. അതെ, ഈ നമ്മുടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, ഞാനിപ്പോ വായിച്ചു, ഞാൻ എന്തെങ്കിലും എടുത്ത് വായിക്കുമ്പോഴേക്കും നമ്മളെങ്ങനെയാ വെച്ചാൽ, മനസ്സിലായി, ഇത്രയല്ലേ ഉള്ളൂ, ഇതൊക്കെ എനിക്ക് മനസ്സിലായെന്നേ. പക്ഷേ നമ്മള് പരീക്ഷയ്ക്ക് ചെന്ന് എഴുതാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, ഇതൊക്കെ ഞാൻ ഇന്നലെ പഠിച്ചതല്ലേ, എന്നിട്ട് പേന എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതങ്ങ് വരുന്നില്ല. ഷോ, എനിക്ക് ഒരു ഓർമ്മയില്ല. അല്ല, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ടെക്നിക്കലി നമുക്ക് രണ്ട് മെമ്മറിയാണ് ഉള്ളത്. ഒന്ന് ഷോർട്ട് ടേം മെമ്മറി, ഒന്ന് ലോങ് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ഒരു കാര്യം നമുക്ക് കേൾക്കുന്ന ഉടനെ നമുക്ക് പെട്ടെന്ന് ഷോർട്ട് ടേം മെമ്മറി കയറും. അതിനുശേഷം ഒരു 10 സെക്കൻഡ് ഒരു വണ്ടി പോകുന്നുണ്ട്, ഷോർട്ട് ടേം മെമ്മറി കയറും. പക്ഷെ ഷോർട്ട് ടേം മെമ്മറിയുടെ കുഴപ്പം എന്താ വെച്ചാല്, ഷോർട്ട് ടേം മെമ്മറിയിൽ കയറിയ കാര്യം പെട്ടെന്ന് മറന്നുപോകും, കുറച്ച് കഴിയുമ്പോഴേക്കും അത് മറന്നുപോകും. വേറെ ലോങ് ടേം മെമ്മറിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒന്ന് ലൊക്കേഷൻ മാറുന്നുണ്ട്, ലോങ് ടേം മെമ്മറിയിൽ കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, അത് ഒരിക്കലും മറക്കില്ല. നിങ്ങൾ LKG UKG പഠിച്ചിട്ടുള്ള, നിങ്ങൾ എന്തായാലും പറയുക, നഴ്സറി റൈമോ ബാബ ബ്ലാക്ക് ഷിപ്പോ ടിങ്കിൾ ടിങ്കിളും നമ്മൾ മറക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യ, എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് എങ്ങനെയാണ് ഷോർട്ട് ടേമിൽ നിന്ന് ലോങ് ടേമിലേക്ക് കയറുക എന്ന് ചോദിച്ചാല്, അത് ഒറ്റ കാര്യമുള്ളൂ, റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മള് റിപ്പീറ്റ് ചെയ്തിരുന്നാൽ നമ്മൾ ഓർക്കും. പക്ഷെ നമ്മുടെ ഒരു കുഴപ്പം, നമുക്ക് ഓവർ കോൺഫിഡൻസ് ആണ്. ഒരു പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഇതൊക്കെ കണ്ടിരിക്കണോ കാമധേനു ലോട്ടറി എന്ന് പറഞ്ഞ് പോണതിന് പകരം ഒന്ന് വായിച്ചു, ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഒന്ന് നോട്ട് എഴുതി, അല്ലെങ്കിൽ അതിന്റെ കോഡ് എഴുതി, അല്ലെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തു, പിന്നെ ഞാൻ ഈ പുസ്തകം അടച്ചു വെച്ചിട്ട് ഞാനൊന്ന് വായിച്ചു നോക്കുക, വായിച്ചല്ല ഓർത്ത് നോക്കുക, എന്നിട്ടും എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കൊള്ളാം. കിട്ടുന്നില്ല എങ്കിൽ എന്റെ മെമ്മറി മോശമാണെന്നല്ല, ഇറ്റ്സ് നോട്ട് എ ട്രെയിൻഡ് മെമ്മറി. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ് അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ്. ഹലോ, യെസ് ടോമൻജി. യെസ്, കേൾക്കുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 11:40 ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി ബാക്കിയുണ്ട്. അപ്പൊ പാർട്ടിസിപ്പൻസ് പ്ലീസ് വെയിറ്റ്. 1-2 മെയിൻ ഇൻസ്ട്രക്ഷൻസ് തരാനുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മുടെ സോൺ സെക്രട്ടറി അബ്ദുൾ റഹീം സാറിനെ നന്ദി പറയുന്നതിന് വേണ്ടി വിളിക്കുകയാണ്. അബ്ദുൾ റഹീം സാർ, പ്ലീസ്. ആന്റണി സാറേ, എന്റെ ഫോൺ നമ്പറും മെയിൽ ID ഒന്ന് പിള്ളേർക്ക് ഇടുകയാണെങ്കിൽ മോനെ വാട്സപ്പ് അയക്കിട, ഞാൻ സമയം പോലെ നോക്കിക്കോളാം. അവർക്ക് ചോദ്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇട്ടോളാം. ഒന്ന് ഫോൺ നമ്പർ കൊടുത്താൽ മതി, വാട്സപ്പില് അവർ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. അപ്പം താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു അവസരം തന്നത്. എസ്പെഷ്യലി എനിക്കൊരു 10 മിനിറ്റ് എക്സ്ട്രാ കിട്ടിയാലും ഇനിയെങ്കിലും ഞാൻ നിർത്തട്ടെ. കണ്ടിന്യൂ. ഫോൺ നമ്പർ പറയാം. ഫോൺ നമ്പർ പറയുന്നു. അത് നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾ ഇൻസ്ട്രക്ഷന്റെ കൂടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യാം സാർ. പാനലിസ്റ്റ് ഉൾപ്പെടെ ആരും ലീവ് ചെയ്യരുത്. അബ്ദുൾ റഹീം സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. റഹീം സാർ. Hello. Rahim sir, please. Yeah. Respected chairman and other dignitaries. ഈ ഒരു പ്രോഗ്രാം ആദ്യത്തെ ഒരു ദിവസമായിരുന്നു, വളരെ ഗംഭീരമായിട്ട് പോയി.
നമ്മുടെ സമയം ഓൾറെഡി ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാമിന് എത്തിയിട്ടുള്ള ഇത്രയും നേരം നമ്മുടെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോയ തോമസ് ജോർജ് സാർ, അല്ലെങ്കിൽ നമ്മൾ തൊമ്മൻ എന്ന് വിളിക്കുന്ന തോമസ് സാറിന് JCI ഇന്ത്യ സോൺ 21 നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഒരു പ്രോഗ്രാം ഇനാഗ്രേഷൻ ചെയ്യാൻ വന്ന നമ്മുടെ നാഷണൽ പ്രസിഡന്റ് അനീഷ് സി മാത്യു, അതുപോലെ തന്നെ നമ്മുടെ സെഷനിൽ ആദ്യം മുതൽ ഇതുവരെയുള്ള നമ്മുടെ പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് സന്തോഷ് സാർ, മറ്റു സോൺ പ്രസിഡന്റ്, മറ്റു ഫാക്കൽറ്റീസ് എല്ലാവർക്കും, അതുപോലെ തന്നെ ഇതിലെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും മേഖല 21 എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ലെറ്റ്സ് സ്പ്രെഡ് ദ സ്മൈൽസ്. ജയ് JCI, ബി ബെറ്റർ. താങ്ക് യു. താങ്ക് യു. ഇനി പറയാനുള്ള പ്രത്യേക കാര്യങ്ങൾ, ഇനി കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആൻസർ ചെയ്യാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ ബാക്കി കിടപ്പുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ പലതും നാളെ ഇപ്പൊ നമുക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ക്ലാസ് ഉള്ളത്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. മറ്റന്നാൾ നമുക്ക് വരുന്ന ഗോൾ സെറ്റിംഗ് ആണ്. 25-ാം തീയതി നമുക്ക് വരുന്നത് പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റിയാണ്. 26-ാം തീയതി നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനെ പറ്റിയാണ്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. ഇന്ന് രജിസ്റ്റർ ചെയ്ത ലിങ്ക് കൊണ്ട് നിങ്ങൾ നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നാളത്തേക്കുള്ള ലിങ്കും എല്ലാം നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ തോമസ് ജോർജ് സാറിന്റെ നമ്പർ പറയാം. അതുപോലെ തന്നെ ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 944 repeating 944 714 6479. Once more repeating 944 714 6479. Okay. താങ്ക് യു. ഇനി രണ്ടാമത്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി മെയിൽ കിട്ടിയിട്ടുണ്ടാവും. ആ മെയിലിന് റിപ്ലൈ ചെയ്താൽ മതി. കുറച്ച് ഡിലേ വന്നാലും മെയിലിൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ്. നാളെ നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് നമ്മുടെ 2010 JCI നാഷണൽ പ്രസിഡന്റും 2015 ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന JCI പ്രസ്ഥാനത്തിന്റെ സ്കിൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന സന്തോഷ് സാറാണ്. സന്തോഷ് കുമാർ സാറാണ് JCI സെനറ്റർ. സന്തോഷ് കുമാർ സാർ സോൺ 21 അഭിമാനമായ വൺ ആൻഡ് ഓൺലി നാഷണൽ പ്രസിഡന്റ് സന്തോഷ് സാറാണ് നമുക്ക് നാളെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നാളത്തെ ക്ലാസ് സന്തോഷ് സാർ വീഡിയോ കട്ടായിട്ടുണ്ട്. സന്തോഷ് സാറാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നാളെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം ഒരു 9:45 തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യുകയും കൃത്യം 10 മണിക്ക് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് നാളെ വരുന്നത് ജയശങ്കർ സാറും അതുപോലെ തന്നെ സിനിമ സീരിയൽ രംഗത്ത് നിൽക്കുന്ന രാജേഷ് സാറുമാണ് നാളെ ചീഫ് ഗസ്റ്റ് ആയിട്ടും ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ടും ഒക്കെ നമുക്ക് എത്തുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നാളെ രാവിലെ കൃത്യം 9:45 നിങ്ങൾ ലോഗിൻ ചെയ്യുക. സെഡ്വി സാർ, എനിത്തിങ് ടു ആഡ്? നത്തിങ് മോർ ആന്റണി. നമുക്ക് നാളെ രാവിലെ 9:45 തന്നെ എല്ലാവരും ലോഗിൻ ചെയ്യുക. 10 മണിക്ക് ഷാർപ്പ് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഒഫീഷ്യൽ ഇനോഗ്രേഷനോട് കൂടി സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സന്തോഷ് സാർ, തോമസ് സാർ, എനിത്തിങ് ടു ആഡ്? Nothing, sir. Thank you. Let's wind up. Okay. Thank you all. Thank you. Bye.